Hi students. അപ്പോൾ നമ്മൾ ഇന്ന് JEE Main ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാനായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ തന്നെ നോക്കാം. മാച്ച് ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2. അപ്പോൾ നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം ലിസ്റ്റ് 1-ലുള്ളത് കുറേ ടേംസ് ആണ്. ലിസ്റ്റ് 2-ലുള്ളത് അതിൻ്റെ എന്താണ് ഡയമെൻഷൻസ് ആണ്. അപ്പോൾ ആദ്യം തന്നെ യങ്സ് മോഡുലസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ആരാ മക്കളെ? സ്ട്രെസ് ബൈ സ്ട്രെയിൻ ആണ് അല്ലേ? അപ്പോൾ യങ്സ് മോഡുലസ് എന്ന് പറഞ്ഞാൽ ഒരു എന്താണ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ആണ്. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ സ്ട്രെസ് ബൈ സ്ട്രെയിൻ ആണ്. സ്ട്രെസ് എന്ന് പറഞ്ഞാൽ എന്താ പിള്ളേരെ? ഫോഴ്സ് ബൈ ഏരിയ ആണ് അല്ലേ? അപ്പോൾ ഫോഴ്സ് ബൈ ഏരിയയുടെ ഡയമെൻഷൻ എന്ന് പറയുന്നത് ഫോഴ്സിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് MLT⁻², ആണ്. ഏരിയയുടെ ഡയമെൻഷൻ എന്ന് പറയുന്നത് L² ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് സ്ട്രെസ്സിൻ്റെ ഡയമെൻഷൻ. നമുക്കറിയാം സ്ട്രെയിന് ഡയമെൻഷൻ ഒന്നുമില്ല. അപ്പോൾ വൈയുടെ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ സ്ട്രെസ്സിൻ്റെ ഡയമെൻഷൻ തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ വൈയുടെ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ ആര് തന്നെയാണ്? L/L² എന്ന് പറഞ്ഞാൽ 1/L ആണ്. L മുകളിൽ ചെന്നാൽ L⁻⁻1 എന്ന് വരും, T⁻²2 എന്ന് വരും. അപ്പോൾ ഇതാണ് ആരുടെ ഡയമെൻഷൻ? വൈയുടെ ഡയമെൻഷൻ. ഓക്കെ, അപ്പോൾ വൈയുടെ ഡയമെൻഷൻ നോക്കുവാണെങ്കിൽ വൈയുടെ ഡയമെൻഷൻ എന്ന് പറയുന്നത് ML⁻⁻1 T⁻² എന്ന് കിട്ടും. അടുത്ത കോഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി. ഓക്കെ, അപ്പോൾ കോഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി കണ്ടുപിടിക്കാൻ നമ്മുടെ കയ്യിൽ ഓർമ്മ വരേണ്ട ഫോമുല നമുക്ക് ഓർമ്മ വരേണ്ട ഫോമുല എന്ന് പറയുന്നത് നമ്മൾ ഫ്ലൂയിഡ്സിൽ പഠിക്കുന്ന ഒരു ഫോമുലയുണ്ട്. വിസ്കസ് ഫോഴ്സിന് ഒരു ഫോമുലയുണ്ട്. വിസ്കസ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ 6π∗RV ആണ് അല്ലേ? അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഫോഴ്സിൻ്റെ ഡയമെൻഷൻ MLT⁻², ആണ്. ആണോ? 6ന് ഡയമെൻഷൻ ഇല്ല, പൈക്ക് ഡയമെൻഷൻ ഇല്ല, ഈറ്റയുടെ ഡയമെൻഷൻ ഈറ്റ എന്ന് തന്നെ കൊടുക്കാം. ആറിൻ്റെ ഡയമെൻഷൻ L ആണ്. വിയുടെ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ LT⁻⁻1 ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആര് ക്യാൻസൽ ആവും മക്കളെ? L ക്യാൻസൽ ആവും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതെത്ര വരും? L താഴെ വരേണ്ടതാണ്. അപ്പോൾ ML⁻⁻1 എന്ന് വരും അല്ലേ? അപ്പോൾ T⁻⁻1ഉം -2ഉം വെട്ടി എവിടെ എന്ത് വരും മക്കളെ? -1 വരും. അപ്പോൾ അതിനെ എന്ന് പറഞ്ഞാൽ ML⁻⁻1 T⁻⁻1 എന്ന് വരും. അപ്പോൾ അതിനെ എന്ന് പറഞ്ഞാൽ ML⁻⁻1 T⁻⁻1 എന്ന് വരും. ഓക്കെ, അപ്പോൾ അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് എന്തിൻ്റെയാണ്? പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റിൻ്റെയാണ്. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ആരുടെയാണ് മക്കളെ? പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റിൻ്റെയാണ്. സോ പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റിന് നമ്മൾ മനസ്സിൽ വരേണ്ട ഫോമുല അല്ലെങ്കിൽ നമ്മൾ ആലോചിക്കേണ്ട ഫോമുല പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റ് എന്താ പിള്ളേരെ? E=H അല്ലേ? E= എന്താ മക്കളെ? H. ഈയുടെ ഡയമെൻഷൻ എന്താ? ഈയുടെ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ ML² T⁻², ആണ്. Hൻ്റെ അറിയത്തില്ല. ന്യൂ എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി ആണ്. ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ 1/ടൈം പീരീഡ് ആണ് അല്ലേ? അപ്പോൾ 1/T എന്ന് കിട്ടും അതിൻ്റെ ഡയമെൻഷൻ. അപ്പോൾ ഇതെത്ര എന്ന് കിട്ടും? ML² T⁻⁻1 എന്ന് കിട്ടും. അതാണ് ആരുടെ ഡയമെൻഷൻ? Hൻ്റെ ഡയമെൻഷൻ. കാര്യം T ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ T⁻²2 T എന്ന് പറയുന്നത് T⁻⁻1 ആണ്. അപ്പോൾ ഇതിൻ്റെ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ ML² T⁻⁻1 ആണ്. ഓക്കെ, ലാസ്റ്റ് വൺ വർക്ക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ആരാ പിള്ളേരെ? വർക്ക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എമൗണ്ട് ഓഫ് എനർജി റിക്വയർഡ് ടു റിമൂവ് ആൻ ഇലക്ട്രോൺ ഫ്രം ദ മെറ്റൽ സർഫസ് ആണ്. അപ്പോൾ അതിൻ്റെ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ എനർജിയുടെ ഡയമെൻഷൻ ആണ്. അപ്പോൾ വർക്ക് ഫംഗ്ഷൻ നോക്കുകയാണെങ്കിൽ വർക്ക് ഫംഗ്ഷൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് ML² T⁻⁻2 എന്ന് വരും. വർക്ക് ഫംഗ്ഷൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് ML² T⁻⁻2 എന്ന് വരും. അപ്പോൾ എല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആൻസർ നിങ്ങൾക്ക് എടുക്കാവുന്നേ ഉള്ളൂ. ഓക്കെ ആണോ? ഓക്കെ, അക്കോർഡിംഗ് ടു ലോ ഓഫ് ഇക്വിപാർട്ടീഷൻ ഓഫ് എനർജി, മോളാർ സ്പെസിഫിക് ഹീറ്റ് ഓഫ് എ ഡയറ്റോമിക് ഗ്യാസ് അറ്റ് കോൺസ്റ്റന്റ് വോളിയം വെയർ മോളിക്യൂൾ ഹാസ് 1 അഡീഷണൽ വൈബ്രേഷൻ മോഡ്. ഓക്കെ, അപ്പോൾ എന്താ മക്കളെ? CV നമുക്കറിയാം. എന്താ വേണ്ടത്? മോളാർ സ്പെസിഫിക് ഹീറ്റ് ഓഫ് ഡയറ്റോമിക് ഗ്യാസ് അറ്റ് കോൺസ്റ്റന്റ് വോളിയം ആണ് വേണ്ടത് അല്ലേ? അപ്പോൾ CV ആണ് വേണ്ടത്. അപ്പോൾ CV കണ്ടുപിടിക്കാനുള്ള ഫോമുല നിങ്ങൾക്ക് ഓർക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ CV കണ്ടുപിടിക്കാനുള്ള ഫോമുല എന്ന് പറയുന്നത് F/2 × R ആണ് മക്കളെ. ഓക്കെ, അപ്പോൾ CV കണ്ടുപിടിക്കാനുള്ള ഫോമുല എന്താ മക്കളെ? CV കണ്ടുപിടിക്കാനുള്ള ഫോമുല എന്ന് പറയുന്നത് F/2 × R ആണ്. കുഴപ്പമില്ലല്ലോ. അപ്പോൾ CV കണ്ടുപിടിക്കാനുള്ള ഫോമുല എന്ന് പറയുന്നത് F/2 × R ആണ്. അക്കോർഡിംഗ് ടു ലോ ഡയറ്റോമിക് ഗ്യാസ് ആണ്. അപ്പോൾ ഇവിടെ സ്പെസിഫൈ ചെയ്തിരിക്കുന്ന ഗ്യാസ് ഏത് ഗ്യാസാണ് മക്കളെ? ഡയറ്റോമിക് ഗ്യാസ് ആണ്. ഡയറ്റോമിക് ഗ്യാസിന് സാധാരണ രീതിയിൽ എത്ര ഡിഗ്രി ഓഫ് ഫ്രീഡം ആണുള്ളത്? 5 ഡിഗ്രി ഓഫ് ഫ്രീഡം ആണുള്ളത് അല്ലേ? ഡയറ്റോമിക് ഗ്യാസിന് എന്താ മക്കളെ? 3 ട്രാൻസ്ലേഷണൽ മോഷൻ കാരണവും 2 റൊട്ടേഷണൽ മോഷൻ കാരണവും കാണും അല്ലേ? ഇനി എന്താ മക്കളെ? ഇവിടെ വൈബ്രേഷണൽ മോഡ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു വൈബ്രേഷണൽ മോഡ് കാരണം 2 അഡീഷണൽ ഡിഗ്രി ഓഫ് ഫ്രീഡം കൂടെ വരും. അപ്പോൾ ഡയറ്റോമിക് ഗ്യാസിന് സാധാരണ രീതിയിൽ എത്ര?
ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ് 5 ആണ്. അപ്പോൾ വൈബ്രേഷണൽ മോഡ് കാരണം എക്സ്ട്രാ എന്തെന്നും കൂടെ വരും മക്കളെ, 2 എണ്ണവും കൂടെ വരും. ഓക്കെ. അപ്പോൾ എലോങ് ഇപ്പം അത് എക്സാക്സിലിരിക്കുവാണെങ്കിൽ എലോങ് വൈ ആക്സും അതിന് വൈബ്രേറ്റ് ചെയ്യാം, എലോങ് എന്താ മക്കളെ ഇസഡ് ആക്സും അതിന് വൈബ്രേറ്റ് ചെയ്യാം. എലോങ് എക്സ് ആക്സ് വൈബ്രേറ്റ് ചെയ്താൽ അത് കൂട്ടത്തില്ല. ഓക്കെ ആണോ? അപ്പം ആ 2 വൈബ്രേഷണൽ മോഡിൻ്റെ കാര്യമാണ് പറയുന്നത്. അപ്പം മൊത്തം എത്ര വരും മക്കളെ? 7 വരും. അങ്ങനെയാണെങ്കിൽ സി വി കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറയുന്നത് F/2 × R ആണ്. അപ്പോൾ F/2 × R എന്ന് പറഞ്ഞാൽ 7/2 × R ആണ്. അപ്പോൾ സി വി കണ്ടുപിടിക്കാനുള്ള ഫോർമുല 7/2 R, അല്ലെങ്കിൽ സി വിയുടെ ഫോർമുല 7/2 R എന്ന് കിട്ടും. കുഴപ്പമില്ലല്ലോ. ഓക്കെ. അടുത്ത നമ്മുടെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ലൈറ്റ് റൈസ് ഫ്രം ആൻ ഒബ്ജക്റ്റ് ഹാവ് ബീൻ റിഫ്ലക്റ്റഡ് ടുവാർഡ്സ് ആൻ ഒബ്സർവർ ഫ്രം എ സ്റ്റാൻഡേർഡ് ഫ്ലാറ്റ് മിറർ. ദ ഇമേജ് ഒബ്സർവ്ഡ് ബൈ ദ ഒബ്സർവർ ആണ്. നമുക്കറിയാം ഒബ്ജക്റ്റ് റിയൽ ആണെങ്കിൽ മക്കളെ ഇപ്പോൾ ഒബ്ജക്റ്റ് ഉണ്ട്, അപ്പോൾ ഒബ്ജക്റ്റ് റിയൽ ആണ് അല്ലേ? ഒബ്ജക്റ്റ് റിയൽ ആണെങ്കിൽ നമുക്കറിയാം പ്ലെയിൻ മിറർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇമേജ് എപ്പോഴും എന്തായിരിക്കും മക്കളെ? വിർച്വൽ ആയിരിക്കും. അപ്പോൾ ഇവിടെ റിയൽ എന്ന് കൊടുത്തിട്ടുണ്ട്, അപ്പോൾ റിയൽ എന്ന് പറയുന്നത് തെറ്റാണ്. കാര്യം അവിടെ ഒബ്ജക്റ്റ് ഉണ്ട്. ഒബ്ജക്റ്റ് എന്താ മക്കളെ? റിയൽ ഒബ്ജക്റ്റാണ് അല്ലേ? അപ്പോൾ അവിടെ ഒബ്ജക്റ്റ് ഉണ്ട്. ഒബ്ജക്റ്റ് എന്താ മക്കളെ? റിയൽ ഒബ്ജക്റ്റ് ആണ്. റിയൽ ഒബ്ജക്റ്റ് ആണെങ്കിൽ ഫോർ പ്ലെയിൻ മിറർ ഇമേജ് ഈസ് ഓൾവേസ് വിർച്വൽ. അപ്പോൾ റിയൽ എന്ന് പറയുന്നത് തെറ്റാണ്, ഇറക്റ്റ് ആണ് അല്ലേ? അപ്പോൾ ഇറക്റ്റ് ആണ് അല്ലേ? കാര്യം ഒബ്ജക്റ്റ് ഇങ്ങനെയാണ് ഇരിക്കുന്നതെങ്കിൽ അല്ലേ, ഇമേജ് എങ്ങനെ തന്നെയാണ് ഇരിക്കുന്നത്? അങ്ങനെ തന്നെയാണ് ഇരിക്കുന്നത്. സ്മോളർ ഇൻ സൈസ് ദാൻ ഒബ്ജക്റ്റ് എന്ന് പറയുന്ന തെറ്റാണ്. കാര്യം പ്ലെയിൻ മിററിന്റെ പ്രോപ്പർട്ടിയാണ് ഒബ്ജക്റ്റിന്റെ സൈസ് എത്രയാണോ അത് തന്നെയായിരിക്കും ഇമേജിന്റെ സൈസ് എന്ന് പറയുന്നത്. ലാറ്ററലി ഇൻവേർട്ടഡ് പ്ലെയിൻ മിറർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇമേജ് ലാറ്ററലി ഇൻവേർട്ടഡ് കറക്റ്റ് ആണ്. അപ്പോൾ ഏതൊക്കെ കറക്റ്റ് ആയിട്ട് വരും മക്കളെ? അപ്പോൾ ഏതൊക്കെ കറക്റ്റ് ആയിട്ട് വരും എന്ന് വെച്ചാൽ ബിയും ഡിയുമായിട്ട് കറക്റ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ. അപ്പോൾ ഏതൊക്കെ കറക്റ്റ് ആയിട്ട് വരുന്നതെന്ന് വെച്ചാൽ ബിയും ഡിയുമാണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ ആണ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, ഫോർ എ മൂവിംഗ് കോയിൽ ഗാൽവനോമീറ്റർ deflection in the coil is 0.05 radian when a current of 10 milliampere is passed through it. If the torsional constant of suspension wire is 4 × 10⁻⁵ Newton meter per radian, the magnetic field is 0.01 Tesla. Number of turns in the coil is 200. Area of each turn ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ നമ്മൾ മൂവിംഗ് കോയിൽ ഗാൽവനോമീറ്ററിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ആ റീഡിംഗ് എടുക്കുന്ന സമയത്ത് അല്ലേ എന്താണ് ആ ടോർക്ക്, ആ കറണ്ട് ആ കോയിലിൽ കൂടെ പാസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ടോർക്ക് എത്ര പിള്ളേരെ? NIAB എന്നാണ് അല്ലേ മക്കളെ? ആ കറണ്ട് ആ കോയിലിൽ കൂടെ പാസ് ചെയ്യുമ്പോഴുള്ള ടോർക്ക് എന്ന് പറയുന്നത് NIAB ആണ്. അതിൽ റീസ്റ്റോറിംഗ് ആയിട്ടുണ്ടാകുന്ന ടോർക്ക് എന്ന് പറയുന്നത് K∅ ആണ് അല്ലേ? അപ്പോൾ റീസ്റ്റോറിംഗ് ആയിട്ടുണ്ടാകുന്ന ടോർക്ക് എന്ന് പറയുന്നത് K∅ ആണ്. അപ്പോൾ എന്താ മക്കളെ? NIAB = എന്തായിരിക്കണം? K∅ ആയിരിക്കണം. നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എന്ത് തന്നിട്ടുണ്ട്? ടോർഷണൽ കോൺസ്റ്റന്റ് ഓഫ് ദ വയർ തന്നിട്ടുണ്ട്, തീറ്റ തന്നിട്ടുണ്ട്, I തന്നിട്ടുണ്ട്, നമുക്ക് ഏരിയ ആണ് വേണ്ടത്, മാഗ്നറ്റിക് ഫീൽഡ് തന്നിട്ടുണ്ട്, നമ്പർ ഓഫ് ടേൺസ് തന്നിട്ടുണ്ട് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറയുന്നത് K∅/NIB എന്ന് കിട്ടും. ഓക്കെ. അപ്പോൾ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറയുന്നത് K∅/NIB എന്ന് കിട്ടും അല്ലേ മക്കളെ? സോ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് K? എന്ന് പറയുന്ന ടോർഷണൽ കോൺസ്റ്റന്റ് ആണ്. ടോർഷണൽ കോൺസ്റ്റന്റ് 4 × 10⁻⁵ ആണ്. അപ്പോൾ K എന്ന് പറയുന്ന ടോർഷണൽ കോൺസ്റ്റന്റ് ആണ്. ടോർഷണൽ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് 4 × 10⁻⁵ ആണ്. തീറ്റ എത്ര തന്നിട്ടുണ്ട്? 0.05 എന്ന് തന്നിട്ടുണ്ട്. 0.05നെ നമുക്ക് 5 × 10⁻² എന്ന് എഴുതാം അല്ലേ? 0.05നെ നമുക്ക് 5 × 10⁻² എന്ന് എഴുതാം. മാഗ്നറ്റിക് ഫീൽഡ് തന്നിട്ടുണ്ട്, നമ്പർ ഓഫ് ടേൺസ് തന്നിട്ടുണ്ട്. നമ്പർ ഓഫ് ടേൺസ് എന്ന് പറയുന്നത് 200 ആണ് അല്ലേ? കറണ്ട് പാസസ് ത്രൂ ദ വയർ തന്നിട്ടുണ്ട് 10 milliampere ആണ്. അപ്പോൾ 10 milliampereനെ 10 × 10⁻³ എന്ന് എഴുതാം അല്ലേ? മാഗ്നറ്റിക് ഫീൽഡ് തന്നിട്ടുണ്ട്. മാഗ്നറ്റിക് ഫീൽഡ് 0.01 ടെസ്ലയാണ്. 0.01 ടെസ്ലയ്ക്ക് നമുക്ക് 10⁻² എന്ന് എഴുതാം. ഓക്കെ. അങ്ങനെയാണെങ്കിൽ 10⁻², 10⁻² ക്യാൻസൽ ആയി അല്ലേ? അടുത്ത ഈ 3 ഈ 10⁻³ കൂടെ ക്യാൻസൽ ആയി. കാര്യം എന്താ മക്കളെ? ഇവിടെ 10⁻³ ഉണ്ട്, അപ്പോൾ ഇവിടെ 10⁻³ ഉണ്ട്. സോ ദേ വിൽ ക്യാൻസൽ ആണോ? ഇനി എന്ത് കിട്ടും? 2ഉം 4ഉം കൂടെ വെട്ടിയാൽ എത്ര എന്ന് കിട്ടും മക്കളെ? 2 എന്ന് പറയുന്നത് കിട്ടും. ഓക്കെ. അപ്പോൾ 4ഉം 2ഉം കൂടെ വെട്ടിയാൽ 2 എന്ന് കിട്ടും. അപ്പോൾ 2 × 5 എത്ര മക്കളെ? 10 ആണ് അല്ലേ? അപ്പോൾ ഏരിയ എന്ന് പറയുന്നത്, അപ്പോൾ 2 × 5 എന്ന് പറയുന്നത് 10 ആണ് അല്ലേ? 2 × 5 എന്ന് പറയുന്നത് 10 ആണ്. 10 × 10⁻⁵ എന്ന് പറഞ്ഞാൽ 10⁻⁻4 ആണ്. 10⁻⁻4 മീറ്റർ സ്ക്വയർ എന്നാണ് കിട്ടുന്നത്. അപ്പോൾ സെന്റിമീറ്റർ സ്ക്വയറിലാണ് ചോദിച്ചിരിക്കുന്നത്. സോ ദാറ്റ് വിൽ ബി 1 cm². ഓക്കെ. കാര്യം ഏരിയ എന്ന് പറയുന്ന സെന്റിമീറ്റർ സ്ക്വയറിലാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ആൻസർ കിട്ടുന്നത് മീറ്റർ സ്ക്വയറിലാണ്. അപ്പോൾ അതിനെ സെന്റിമീറ്റർ സ്ക്വയറിലാക്കിയാൽ ആൻസർ വിൽ ബി വാട്ട്? ആൻസർ വിൽ ബി 1 cm². ഓക്കെ. അപ്പോൾ ആൻസർ എത്രയാണെന്ന് വെച്ചാൽ ആൻസർ എത്രയാണെന്ന് കിട്ടും മക്കളെ? 1 cm² എന്ന് പറയുന്നത് കിട്ടും. ഓക്കെ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എന്താ മക്കളെ ചോദിച്ചിരിക്കുന്നത്? The graph between temperature scales of P and Q is shown in the figure. Between upper fixed point and lower fixed point, there are 150 equal divisions of scale P. There are 150 equal divisions of scale P and 100 divisions on scale Q. Okay. The relationship for conversion between two scales is given by.
ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ മക്കളെ പറഞ്ഞിരിക്കുന്നത്? റിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? സ്കെയിൽ റീഡിംഗ് മൈനസ് ലോവർ ഫിക്സ്ഡ് പോയിന്റ് ബൈ എന്താ മക്കളെ? അപ്പർ ഫിക്സ്ഡ് പോയിന്റ് മൈനസ് ലോവർ ഫിക്സ്ഡ് പോയിന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും മക്കളെ? കോൺസ്റ്റന്റ് ആയിരിക്കും അല്ലേ? അപ്പോൾ ആദ്യത്തെ സ്കെയിൽ എടുക്കുവാണെങ്കിൽ സ്കെയിൽ റീഡിംഗ് എന്ന് പറയുന്ന ക്യൂ നമുക്ക് എടുക്കാം, അല്ലെങ്കിൽ പി എന്ന് എടുക്കാം, ടി പി ആണോ? അവിടുത്തെ ലോവർ ഫിക്സ്ഡ് പോയിന്റ് എത്ര മക്കളെ? അവിടുത്തെ അപ്പർ ഫിക്സ്ഡ് പോയിന്റ് എന്ന് പറയുന്ന 180 ആണ് അല്ലേ? അപ്പർ ഫിക്സ്ഡ് പോയിന്റ് എന്ന് പറയുന്ന 180 ആണ്. അപ്പോൾ അതിനിടയ്ക്ക് 150 ഈക്വൽ ഡിവിഷൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ലോവർ ഫിക്സ്ഡ് പോയിന്റ് എന്ന് പറയുന്ന 30 ആണ്. അപ്പോൾ അപ്പർ ഫിക്സ്ഡ് പോയിന്റ് എന്ന് പറയുന്ന 180 ആണ്, ലോവർ ഫിക്സ്ഡ് പോയിന്റ് എന്ന് പറയുന്ന 30 ആണ് ആണോ? ഇനി അടുത്ത സ്കെയിൽ എടുക്കുവാണെങ്കിൽ അടുത്ത ഏത് സ്കെയിലാണ് മക്കളെ? ക്യൂ ആണ്. അപ്പോൾ അവിടുത്തെ റീഡിംഗ് എന്ന് പറയുന്നത് നമുക്ക് ടി ക്യൂ എന്ന് കൊടുക്കാം അല്ലേ? അപ്പോൾ അവിടുത്തെ ലോവർ ഫിക്സ്ഡ് പോയിന്റ് എത്ര മക്കളെ? അവിടുത്തെ ലോവർ ഫിക്സ്ഡ് പോയിന്റ് എന്ന് പറയുന്ന 0 ആണ് അല്ലേ? അപ്പോൾ അവിടുത്തെ അപ്പർ ഫിക്സ്ഡ് പോയിന്റ് എത്ര മക്കളെ? 100 ആണ്. അപ്പോൾ അത് 100 മൈനസ് 0 എന്ന് പറയുന്നത് കിട്ടും. ഓക്കെ ആണ്? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതെന്തെന്ന് കിട്ടും മക്കളെ? ഇത് ടി പി മൈനസ് 30 ഡിവൈഡഡ് ബൈ 150, ടി പി മൈനസ് 30 ഡിവൈഡഡ് ബൈ 150 ഈസ് ഈക്വൽ ടു എന്തെന്ന് കിട്ടും മക്കളെ? ടി ക്യൂ ഡിവൈഡഡ് ബൈ 100 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതാണ് അവിടുത്തെ റിലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ റിലേഷനും മനസ്സിലായെന്ന് വിചാരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് അവിടുത്തെ റിലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ റിലേഷനും മനസ്സിലായെന്ന് വിചാരിക്കും. പറോക്കളെ, അപ്പോൾ അടുത്ത മാച്ച് ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2. മാച്ച് ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2. ഗോസസ് ലൈൻ ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്താ മക്കളെ? ഇതാ നോക്കുന്ന A4 അല്ലേ മക്കളെ? ഗോസസ് ലൈൻ ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറഞ്ഞാൽ A4 ആണ് അല്ലേ? കാര്യം എന്താ? ഇന്റഗ്രൽ E ഡോട്ട് ds ഈക്വൽ ടു 1/ε0q. ടോട്ടൽ ഫ്ലക്സ് പാസിംഗ് ത്രൂ എനി ക്ലോസ്ഡ് സർഫസ് ആണ് ഇന്റഗ്രൽ E ഡോട്ട് ds എന്ന് പറയുന്നത്. ദാറ്റ്സ് ഈക്വൽ ടു 1/ε0 ടൈംസ് ടോട്ടൽ ചാർജ് എൻക്ലോസ്ഡ് ബൈ ദാറ്റ് സർഫസ് ആണ്. അടുത്ത എന്താ മക്കളെ? ഫാരഡേസ് ലോ എന്താ പറയുന്നത് മക്കളെ? ഇതാരാ? ഇന്റഗ്രൽ E ഡോട്ട് dl എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് ആണ് അഥവാ EMF ആണ്. EMF എന്ന് പറയുന്നത് മൈനസ് d∅dt അല്ലേ? അപ്പോൾ എന്ത് കിട്ടും മക്കളെ? ബി എന്ന് പറയുന്നത് എന്തെന്ന് കിട്ടും? 1 എന്ന് പറയുന്നത് കിട്ടും അല്ലേ? ഇതാരാണ്? ഫാരഡേസ് ലോ ആണ്. അടുത്ത എന്താ? ഗോസസ് ലൈൻ മാഗ്നറ്റിസം മോണോപോൾ എക്സിസ്റ്റ് ചെയ്യത്തില്ല, ഡൈപോൾ മാത്രമേ എക്സിസ്റ്റ് ചെയ്യത്തുള്ളൂ അല്ലേ? അപ്പോൾ ഒരു ക്ലോസ് ലൂപ്പിനകത്ത് മോണോപോൾ എക്സിസ്റ്റ് ചെയ്യത്തില്ല, അല്ലെങ്കിൽ എവിടെയായാലും ഡൈപോൾ മാത്രമേ എക്സിസ്റ്റ് ചെയ്യത്തുള്ളൂ. അപ്പോൾ എന്താ മക്കളെ? ഇന്റഗ്രൽ ബി ഡോട്ട് ഡി എന്തായി പോകും മക്കളെ? 0 ആയി പോകും. അപ്പോൾ സി എന്ന് പറയുന്നത് എന്താണ്? സി എന്ന് പറയുന്നത് 2 ആണ്. അതൊന്നും പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ആംബിയർ മാക്സ്വെൽ ലോ എന്ന് പറയുന്നത്, ആംബിയേഴ്സ് ലോ എന്ന് പറഞ്ഞാൽ ഇന്റഗ്രൽ ബി ഡോട്ട് ഡി എൽ എന്ന് പറഞ്ഞാൽ μ0I ആണ് അല്ലേ? മാക്സ്വെല്ലും കൂടെ ചേർന്ന് വരുമ്പോൾ ഫോർമുല നിങ്ങൾ EM വേവ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ? μ0I പ്ലസ് μ0ε0 d∅dt എന്ന് വരും. അപ്പോൾ ഡി എന്ന് പറയുന്നത് എന്തെന്ന് കിട്ടും മക്കളെ? ഡി എന്ന് പറയുന്നത് 3 എന്ന് കിട്ടും. അപ്പോൾ ഇതാണ് അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. കാര്യം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു മക്കളെ. അടുത്ത ക്വസ്റ്റ്യൻ, when a silicon sample is, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ when a silicon sample is doped with boron. പറോക്കളെ, ബോറോൺ എന്ന് പറഞ്ഞാൽ ബോറോണിന്റെ അറ്റോമിക് നമ്പർ എത്ര മക്കളെ? ബോറോണിന്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്ന 5 ആണ് അല്ലേ? ബോറോണിന്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്ന 5 ആണ്. അപ്പോൾ അവന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2,3 ആണ് അല്ലേ? 2,3 ആണ്. അപ്പോൾ ഇത് ഏത് ഇമ്പ്യൂരിറ്റിയാണ് മക്കളെ? ട്രൈവാലന്റ് ഇമ്പ്യൂരിറ്റി ആണ്. അപ്പോൾ ട്രൈവാലന്റ് ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്താൽ സിലിക്കൺ എന്ന് പറയുന്ന ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ എന്തായിട്ട് മാറും മക്കളെ? പി ടൈപ്പ് സെമി കണ്ടക്ടർ ആയിട്ട് മാറും അല്ലേ? അപ്പോൾ ട്രൈവാലന്റ് ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്താൽ സിലിക്കൺ എന്ന് പറയുന്ന ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ എന്തായിട്ട് മാറും മക്കളെ? പി ടൈപ്പ് സെമി കണ്ടക്ടർ ആയിട്ട് മാറും. അപ്പോൾ അതിലാർക്കും സംശയമൊന്നുമില്ല. വെൻ ഡോപ്ഡ് ബൈ ആർസനിക് കൊണ്ട് ഡോപ്പ് ചെയ്യുമ്പോൾ ഇറ്റ് ബിക്കംസ് എം ടൈപ്പ്. അതും കറക്റ്റ് തന്നെയാണ്. പി ടൈപ്പ് ഹാസ് എക്സസ് ഹോൾസ് ആൻഡ് എൻ ടൈപ്സ് ഹാസ് എക്സസ് ഇലക്ട്രോൺ. അതും കറക്റ്റ് തന്നെയാണ് അല്ലേ? പി ടൈപ്പിന് എക്സസ് ആയിട്ട് ഹോൾസ് ഉണ്ട്, എൻ ടൈപ്പിന് എക്സസ് ആയിട്ട് ഇലക്ട്രോൺസ് ഉണ്ട്. സോ വാട്ട് വി ക്യാൻ സേ സ്റ്റേറ്റ്മെന്റ് 1 ഈസ് എ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ നമുക്ക് ഉറപ്പായിട്ടും പറയാം സ്റ്റേറ്റ്മെന്റ് 1 എന്ന് പറയുന്നത് ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് മക്കളെ? കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. When such p-type and n-type semiconductors are fused to make a junction, current will automatically flow, which can be detected with an externally connected ammeter. ഓക്കെ, അങ്ങനെ പറയാൻ പറ്റുമോ? ഒരു പി ടൈപ്പും എൻ ടൈപ്പ് സെമി കണ്ടക്ടറും ഫ്യൂസ് ചെയ്താൽ എന്ത് സംഭവിക്കും മക്കളെ? പി ടൈപ്പ് സെമി കണ്ടക്ടറും എൻ ടൈപ്പ് സെമി കണ്ടക്ടറും ഫ്യൂസ് ചെയ്താൽ അതിനിടയ്ക്ക് എന്ത് ഫോം ചെയ്യും മക്കളെ? ഒരു ഡിപ്ലീഷൻ റീജിയൻ ഫോം ചെയ്യും അല്ലേ? ആ ഡിപ്ലീഷൻ റീജിയൻ എന്ന് പറഞ്ഞാൽ ചാർജസിന്റെ ഡിഫ്യൂഷൻ എന്ത് ചെയ്യും മക്കളെ? ഒപ്പോസ് ചെയ്യും. അപ്പോൾ ഫർദർ ചാർജസിന് എന്ത് ചെയ്യാൻ പറ്റത്തില്ല മക്കളെ? ഫ്ലോ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അവിടെ കറണ്ട് ഉണ്ടോ എന്ന് ചോദിച്ചാൽ എന്തെന്ന് പറയാൻ പറ്റത്തില്ല, കറണ്ട് ഉണ്ടെന്ന് പറയാൻ പറ്റത്തില്ല. കാര്യം അവിടെ ഒരു ബാരിയർ ഫോം ചെയ്യും. ആ ബാരിയറിനെ ഓവർകം ചെയ്യാനായിട്ട് നമ്മൾ ബയാസിങ് കൊടുക്കണം. എന്നാൽ മാത്രമേ അവിടെ കറണ്ട് ഫ്ലോ നടക്കൂ പറയാൻ പറ്റൂ. അപ്പോൾ അല്ലാതെ അവിടെ കറണ്ട് ഫ്ലോ നടക്കത്തില്ല. when such p type and n type semiconductors are fused to make a junction, a current will automatically flow. തെറ്റാണ് അല്ലേ? ബയാസിങ് കൊടുത്താലേ അവിടെ കറണ്ട് ഫ്ലോ നടക്കത്തുള്ളൂ. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് 2 തെറ്റാണ്, സ്റ്റേറ്റ്മെന്റ് 1 ശരിയാണ്. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് ഏതെന്ന് വരും മക്കളെ? ഓപ്ഷൻ 4 എന്ന് വരും മക്കളെ. അടുത്ത ക്വസ്റ്റ്യൻ,
എ ബ്ലോക്ക് കെപ്റ്റ് ഓൺ ആൻ ഇൻക്ലൈൻ പ്ലെയിൻ അറ്റ് 45 degree ഷോൺ ഇൻ ദ ഫിഗർ. ഫോഴ്സ് റിക്വയർഡ് ടു ജസ്റ്റ് പുഷ് ഇറ്റ് അപ്പ് ദ ഇൻക്ലൈൻ ഈസ് 2 times the force required to just prevent it from sliding down. Coefficient of friction between block and inclined plane is equal to. മക്കളെ, ഒരു ബ്ലോക്ക് ഇൻക്ലൈൻ പ്ലെയിനിൽ ഇരിക്കുമ്പം അതിനെ മുകളിലേക്ക് തള്ളി അല്ലെങ്കിൽ മുകളിലേക്ക് പുഷ് ചെയ്യാൻ വേണ്ടത് മിനിമം ഫോഴ്സ് എപ്പോഴും ഒന്ന് ആലോചിച്ച് വെച്ചേക്കാം. mg sin theta പ്ലസ് മ്യൂ mg cos theta. അപ്പോൾ ഒരു ബ്ലോക്ക് ഇൻക്ലൈൻ പ്ലെയിനിൽ ഇരിക്കുവാണ് മക്കളെ, കേട്ടോ. അപ്പോൾ ഒരു ബ്ലോക്ക് എവിടെ ഇരിക്കുവാണ് മക്കളെ? ഇൻക്ലൈൻ പ്ലെയിനിൽ ഇരിക്കുവാണ്. അപ്പോൾ അവനെ മുകളിലേക്ക് പുഷ് ചെയ്യണം. ഓക്കെ, അവനെ ജസ്റ്റ് മുകളിലേക്ക് നീക്കാൻ കൊടുക്കേണ്ട ഫോഴ്സ് എന്ന് പറയുന്നത് പറ മക്കളെ mg sin theta പ്ലസ് മ്യൂ mg cos theta എന്നാണ്, കേട്ടോ. ഇനി അവൻ താഴോട്ട് വരാതെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ട ഫോഴ്സ് എന്ന് പറയുന്നത് അവൻ താഴോട്ട് വരാതെ, അതായത് അവനെ ജസ്റ്റ് ഒന്ന് പിടിച്ചു നിർത്തിയാൽ മതി. അവനെ തള്ളി മുകളിലോട്ട് കയറ്റണ്ട, അവനെ ജസ്റ്റ് ഒന്ന് പിടിച്ചു നിർത്തിയാൽ മതി അല്ലേ? അതിന് നമ്മൾ കൊടുക്കേണ്ട ഫോഴ്സ് എന്ന് പറഞ്ഞാൽ mg sin theta മൈനസ് മ്യൂ mg cos theta എന്നാണ്. ഓക്കെ, അപ്പോൾ അവരെന്താ പറഞ്ഞിരിക്കുന്നത്? മുകളിലോട്ട് തള്ളി നീക്കേണ്ട ഫോഴ്സ് എന്ന് പറയുന്നത് 2 times ഫോഴ്സ് റിക്വയർഡ് ടു ജസ്റ്റ് പ്രിവെന്റ് ഇറ്റ് ഫ്രം സ്ലൈഡിങ് ഡൗൺ എന്നാണ് പറഞ്ഞിരിക്കുന്നത്, ആണോ? അപ്പോൾ ഇത് 2 times ഇതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മക്കളെ, പറഞ്ഞാൽ മനസ്സിലായല്ലോ. അപ്പോൾ ഈ ബ്ലോക്കിനെ ജസ്റ്റ് മുകളിലേക്ക് തള്ളി നീക്കണമെങ്കിൽ നമുക്ക് കൊടുക്കേണ്ട ഫോഴ്സ് എന്ന് പറയുന്നത് mg sin theta പ്ലസ് മ്യൂ mg cos theta ആണ്. ഓക്കെ, അത് താഴോട്ട് വരാതെ പ്രിവെന്റ് ചെയ്യണമെങ്കിൽ അവൻ കൊടുക്കേണ്ട ഫോഴ്സ് എന്ന് പറയുന്നത് mg sin theta മൈനസ് മ്യൂ mg cos theta ആണ്. അപ്പോൾ ഇതെന്ന് പറയുന്ന 2 times ഇതെന്നാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. ഇതെന്ന് പറയുന്നത് ഫോഴ്സ് റിക്വയർഡ് ടു push it up is equal to 2 times force required to prevent it from sliding down എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം മക്കളെ? അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം mg sin theta പ്ലസ് മ്യൂ mg cos theta is equal to 2mg sin theta മൈനസ് 2 മ്യൂ mg cos theta. മക്കളെ, ക്ലിയർ ആണല്ലോ. അപ്പോൾ എല്ലാത്തിൽ നിന്നും ആര് ക്യാൻസൽ ആയി പോകും മക്കളെ? എല്ലാത്തിൽ നിന്നും mg ക്യാൻസൽ ആയി. ഓക്കെ, അപ്പോൾ എല്ലാത്തിൽ നിന്നും നോക്കുവാണെങ്കിൽ എല്ലാത്തിൽ നിന്നും ആര് ക്യാൻസൽ ആയി പോകും മക്കളെ? mg ക്യാൻസൽ ആയി. ഓക്കെ, ബാക്കി ആര് വരും? sin theta. അപ്പോൾ അവിടെ എത്ര വരും മക്കളെ? അപ്പോൾ ഇവിടെ മ്യൂ cos theta ഉണ്ട്. ആ -2 മ്യൂ cos theta കൂടെ ഇപ്പുറം വന്നാൽ ഇവിടെ 3 മ്യൂ cos theta എന്ന് വരും. കേട്ടോ? ഓക്കെ, അപ്പോൾ ഇവിടെ ആർക്കുണ്ട്? മ്യൂ cos theta ഉണ്ട്. ഇവിടെ -2 മ്യൂ cos theta ഉണ്ട്. അപ്പോൾ ഇപ്പുറത്തേക്ക് വന്നാൽ ഇവിടെ 3 മ്യൂ cos theta എന്ന് പറയുന്നവർ. ഓക്കെ, അപ്പോൾ ഇവിടെ ആരുണ്ട് മക്കളെ? ഇവിടെ 2 sin theta ഉണ്ട്. അപ്പുറത്തേക്ക് sin theta പോയാൽ 2 sin theta മൈനസ് sin theta എന്തെന്ന് കിട്ടും മക്കളെ? sin theta എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ എന്തെന്ന് കിട്ടും? 3 മ്യൂ ഈസ് ഈക്വൽ ടു sin theta ബൈ cos theta ആരാ? tan theta. ആംഗിൾ ഓഫ് ദ ഇൻക്ലൈൻ പ്ലെയിൻ എത്രയാണെന്ന് ക്വസ്റ്റിനിൽ തന്നിട്ടുണ്ട്? 45 അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 3 മ്യൂ ഈസ് ഈക്വൽ ടു എന്തെന്ന് കിട്ടും മക്കളെ? 1 എന്ന് പറയുന്നത് കിട്ടും. അപ്പോൾ മ്യൂ ഈസ് ഈക്വൽ ടു എന്തെന്ന് കിട്ടും മക്കളെ? 1/3 എന്ന് പറയുന്നത് കിട്ടും. ഓക്കെ, അപ്പോൾ 1/3യുടെ വാല്യൂ എന്ന് പറയുന്നത് 0.33 ആണ്. അപ്പോൾ 1/3യുടെ വാല്യൂ എന്ന് പറയുന്നത് എന്താ മക്കളെ? 0.33 ആണ്. ഓക്കെ, അപ്പോൾ എപ്പോഴും ആലോചിച്ച് വെച്ചേക്കണം, ഒരു ബ്ലോക്കിനെ നമ്മൾ മുകളിലേക്ക് പുഷ് ചെയ്യണമെങ്കിൽ നമ്മൾ കൊടുക്കേണ്ട ഫോഴ്സ് എന്ന് പറയുന്നത് ഒരു ബ്ലോക്കിനെ നമ്മൾ മുകളിലേക്ക് നീക്കണമെങ്കിൽ പുഷ് ചെയ്യണമെങ്കിൽ നമ്മൾ കൊടുക്കേണ്ട ഫോഴ്സ് എന്ന് പറയുന്നത് mg sin theta പ്ലസ് മ്യൂ mg cos theta ആണ്. പക്ഷേ അത് താഴോട്ട് വരാതെ പ്രിവെന്റ് ചെയ്യണമെങ്കിൽ നമ്മൾ കൊടുക്കേണ്ട ഫോഴ്സ് എന്ന് പറയുന്നത് mg sin theta മൈനസ് മ്യൂ mg cos theta ആണ്. ക്വസ്റ്റിനിൽ പറഞ്ഞിട്ടുണ്ട് ഇതെന്ന് പറയുന്നത് 2 times ഇതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മ്യൂ എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ചെയ്തു വരുമ്പോൾ മ്യൂ എന്ന് പറയുന്നത് 1/3 എന്ന് വരും. 1/3 എന്ന് പറഞ്ഞാൽ ആരാ മക്കളെ? 0.33 ആണ്. കാര്യം മനസ്സിലായി എന്ന് വിചാരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? എ പോയിന്റ് ചാർജ് 10 microcoulomb is placed at the origin. What location on the x-axis should a point charge of 40 microcoulomb is placed so that net electric field is 0 at x equal to 2 cm on the x-axis? അപ്പോൾ ഇതാണ് നമ്മുടെ y-axis എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ ആരെന്ന് പറയുന്ന മക്കളെ? x-axis എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇവിടെ ആരെ വെച്ചിട്ടുണ്ട് മക്കളെ? അപ്പോൾ ഒറിജിൻ അല്ല, എ പോയിന്റ് ചാർജ് ഓഫ് 10 microcoulomb. അപ്പോൾ ഒറിജിനിൽ നമുക്ക് Q1 എന്ന് എടുക്കാം. അപ്പോൾ Q1 എന്ന് പറയുന്നത് എന്താ മക്കളെ? 10 microcoulomb ആണ്. ഈസ് പ്ലേസ്ഡ് അറ്റ് ദ ഒറിജിൻ. അറ്റ് വാട്ട് ലൊക്കേഷൻ ഓൺ ദ എക്സ് ആക്സിസ് ഷുഡ് എ പോയിന്റ് ചാർജ് ഓഫ് 40 microcoulomb ഈസ് പ്ലേസ്ഡ് അല്ലേ? അപ്പോൾ ഞാൻ അസ്യൂം ചെയ്യുന്നു എക്സ് ആക്സിസിലെ ഒരു പോയിന്റിൽ അല്ലേ ഒരു ചാർജ് വെച്ചിട്ടുണ്ട്, Q2 എന്ന് പറയുന്ന ചാർജ് വെച്ചിട്ടുണ്ട്. അതെന്ന് പറയുന്നത് എത്ര മക്കളെ? അതെന്ന് പറയുന്നത് 40 microcoulomb ആണ് അല്ലേ? അപ്പോൾ അവിടെ 40 microcoulomb ആണ്. എന്താ കണ്ടീഷൻ? ഇലക്ട്രിക് ഫീൽഡ് ഈസ് 0 അറ്റ് എക്സ് ഈക്വൽ ടു 2 cm ആണോ? അപ്പോൾ എക്സ് ഈക്വൽ ടു 2 cm. അപ്പോൾ ഇവിടെ ഒരു പോയിന്റ് ഉണ്ട് ആണോ? അപ്പോൾ ഈ പോയിന്റ് എന്ന് പറയുന്നത് എത്ര മക്കളെ? 2 ദൂരം അകലെയാണ്.
കേട്ടോ. അപ്പോൾ ഈ പോയിന്റ് എന്ന് പറയുന്നത് എത്ര ദൂരം അകലെ മക്കളെ? 2 സെന്റിമീറ്റർ. എക്സ് ഈക്വൽ ടു 2 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് എത്ര ദൂരം അകലെ മക്കളെ? 2 ദൂരം അകലെ. കേട്ടോ, ഈ ദൂരം എന്ന് പറയുന്നത് എന്താ മക്കളെ? ഈ ദൂരം എന്ന് പറയുന്നത് ഞാൻ 6 ദൂരം അകലെ നിന്ന് എടുക്കും. ഓക്കെ, അപ്പോൾ ഈ ദൂരം എന്ന് പറയുന്നത് ഞാൻ എത്ര ദൂരം അകലെ നിന്ന് എടുക്കുന്നു? 6 ദൂരം അകലെ നിന്ന് എടുക്കുന്നു. അപ്പോൾ എന്താ നമുക്ക് വേണ്ടത്? നമുക്ക് വേണ്ടതെന്ന് പറയുന്നത് ഈ പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് എന്തായിരിക്കണം? 0 ആയിരിക്കണം അല്ലേ? ആ പോയിന്റിലെ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഈ 0. അപ്പോൾ ഈ പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് എന്തായിരിക്കണം മക്കളെ? 0 ആയിരിക്കണം. അപ്പോൾ ഇവിടെ ആരൊക്കെ കാരണം ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാക്കും? ഇവൻ അവിടെ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാക്കും. ദാറ്റ് വിൽ ബി ഇൻ ദ റേഡിയലി ഔട്ട്വേർഡ് ഡയറക്ഷൻ, സോ ദാറ്റ് ക്യാൻ ബി ടേക്കൺ ആസ് E1. ഓക്കെ, ഇനി ഇവനും ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാക്കും. ദാറ്റ് ഈസ് ഓൾസോ ഇൻ ദ റേഡിയലി ഔട്ട്വേർഡ് ഡയറക്ഷൻ. ദാറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് വാട്ട്? E2. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അവിടുത്തെ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് എന്താവണം മക്കളെ? 0 ആകണം. അപ്പോൾ അവിടുത്തെ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് 0 ആകാനുള്ള കണ്ടീഷൻ എന്തെന്ന് ചോദിച്ചാൽ, അവിടുത്തെ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് 0 ആകാനുള്ള കണ്ടീഷൻ എന്തെന്ന് ചോദിച്ചാൽ E1 ഈസ് ഈക്വൽ ടു എന്തായിരിക്കണം മക്കളെ? E2 ആയിരിക്കണം. അപ്പോൾ E1 എന്ന് പറഞ്ഞാൽ പറ K ഇൻറ്റു Q1 ബൈ ഡിസ്റ്റൻസ് എത്ര മക്കളെ? ഡിസ്റ്റൻസ് 2 ആണ്, 2 സ്ക്വയർ ആണ്. ഓക്കെ, E2 എത്ര മക്കളെ? K ഇൻറ്റു Q2 ഡിവൈഡഡ് ബൈ Q2 ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് എത്ര മക്കളെ? 6 ആണ്, സോ ദാറ്റ് വിൽ ബി R സ്ക്വയർ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആര് ക്യാൻസൽ ആവും മക്കളെ? കെയും ക്യാൻസൽ ആവും. കേട്ടോ, അങ്ങനെയാണെങ്കിൽ ആര് ക്യാൻസൽ ആവും മക്കളെ? കെയും ക്യാൻസൽ ആവും. കേട്ടോ, അങ്ങനെയാണെങ്കിൽ ആര് ക്യാൻസൽ ആവും മക്കളെ? കെയും ക്യാൻസൽ ആവും. അപ്പോൾ Q1 എന്ന് പറയുന്നത് 10 മൈക്രോ കൂളംബ് ആണ്, ഡിവൈഡഡ് ബൈ 2 സ്ക്വയർ അല്ലേ? അപ്പോൾ Q2 എത്ര മക്കളെ? Q2 എന്ന് പറയുന്നത് 40 മൈക്രോ കൂളംബ് ആണ്. അപ്പോൾ 40 മൈക്രോ കൂളംബ് ഡിവൈഡഡ് ബൈ എന്തെന്ന് കിട്ടും മക്കളെ? R സ്ക്വയർ എന്ന് പറയുന്നത് കിട്ടും. ഓക്കെ, അപ്പോൾ 0 ക്യാൻസൽ ആകും. മൈക്രോ കൂളം എന്ത് ചെയ്ത് പോകും മക്കളെ? ക്യാൻസൽ ആയി പോകും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ R സ്ക്വയർ ഈസ് ഈക്വൽ ടു പറ, ഇവിടെ 4 കിടപ്പുണ്ട്, 2 സ്ക്വയർ ഉണ്ട്, അപ്പോൾ എന്തെന്ന് കിട്ടും? 16 എന്ന് കിട്ടും. അപ്പോൾ R ഈസ് ഈക്വൽ ടു എന്തെന്ന് കിട്ടും? 4 എന്ന് പറയുന്നത് കിട്ടും. അപ്പോൾ ഈ ദൂരം എത്രയാണെന്ന് കിട്ടും മക്കളെ? 4 എന്ന് പറയുന്നത് കിട്ടും. അപ്പോൾ ഇതെത്രയുണ്ട്? 2 ഉണ്ട്. ഇതെത്രയുണ്ട്? 4 ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവന്റെ കോർഡിനേറ്റ് എത്ര മക്കളെ? 6,0 എന്ന് പറയുന്നത് കിട്ടും. കേട്ടോ, കാര്യം നമുക്ക് 6 ആണ് 4 എന്ന് കിട്ടിയത്. ഞാൻ ഈ ദൂരമാണ് 6 എന്ന് എടുത്തത്. അപ്പോൾ 6 ആണ് നമുക്ക് എന്തെന്ന് കിട്ടിയത്? 4 എന്ന് കിട്ടിയത്. അപ്പോൾ 6 ആണ് 4 എന്ന് കിട്ടിയത്. ഇതെത്രയുണ്ട് മക്കളെ? 2 ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതെത്ര മക്കളെ? 6. ഓക്കെ, അപ്പോൾ അവൻ എത്ര ദൂരം അകലെയാണ് വെക്കേണ്ടത്? 6 സെന്റിമീറ്റർ അകലെയാണ് വെക്കേണ്ടത്. ഓക്കെ, അപ്പോൾ എത്ര സെന്റിമീറ്റർ അകലെയാണ് വെക്കേണ്ടത്? 6 സെന്റിമീറ്റർ അകലെയാണ് വെക്കേണ്ടത്. അപ്പോൾ എത്ര സെന്റിമീറ്റർ അകലെയാണ് മക്കളെ വെക്കേണ്ടത്? 6 സെന്റിമീറ്റർ അകലെയാണ് വെക്കേണ്ടത്. മക്കളെ, നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എനർജി ലെവൽസ് ഓഫ് ആൻ ആറ്റം ഈസ് ഷോൺ ഇൻ ദ ഫിഗർ. Energy level of an atom is shown in the figure. Which one of these transition will result in the emission of a photon of wavelength 124.1 nanometer? Given H is equal to 6.62 into 10 raised to 34. പറോക്കളെ, അപ്പോൾ എമിഷൻ ഓഫ് ഫോട്ടോൺ ഓഫ് വേവ് ലെങ്ത് 124.1 നാനോമീറ്റർ. ഓക്കെ ആണേ? അപ്പം പറോക്കളെ, ലാംഡ ഫോട്ടോൺ പറഞ്ഞേ. അങ്ങനെയാണെങ്കിൽ എമിറ്റ് ചെയ്യുന്ന ഫോട്ടോണിന്റെ വേവ് ലെങ്ത് ആണ് തന്നിരിക്കുന്നത്. എമിറ്റ് ചെയ്യുന്ന ഫോട്ടോണിന്റെ വേവ് ലെങ്ത് ആണ് തന്നിരിക്കുന്നത്. ആണോ? എമിഷൻ ഓഫ് എ ഫോട്ടോൺ ഓഫ് വേവ് ലെങ്ത് എത്ര മക്കളെ? 124.1. ഞാൻ 124 എന്ന് എടുക്കുന്നു. 124 നാനോമീറ്റർ എന്ന് പറഞ്ഞിരിക്കും. കേട്ടോ, അങ്ങനെയാണെങ്കിൽ എനർജി ഓഫ് ഫോട്ടോൺ പറഞ്ഞേ മക്കളെ. അങ്ങനെയാണെങ്കിൽ എമിറ്റ് ചെയ്ത ഫോട്ടോണിന്റെ എനർജി ഒന്ന് പറഞ്ഞേ മക്കളെ. എനർജി ഓഫ് ഫോട്ടോൺ എന്ന് പറഞ്ഞാൽ പറ, ഫോട്ടോണിന്റെ വേവ് ലെങ്ത് ലാംഡയാണെങ്കിൽ എനർജി ഓഫ് ഫോട്ടോൺ എന്ന് പറഞ്ഞാൽ h nu ആണ്, അല്ലെങ്കിൽ hc/λ ആണോ മക്കളെ? HCക്ക് നമ്മളൊരു വാല്യൂ പഠിച്ചിട്ടുണ്ട്. HCയുടെ വാല്യൂ എന്താ മക്കളെ? 1240 ഇലക്ട്രോൺ വോൾട്ട് നാനോമീറ്റർ എന്ന് നമുക്ക് വേണമെങ്കിൽ അപ്രോക്സിമേറ്റ് ചെയ്തെഴുതാം, പെട്ടെന്ന് എഴുതാം അല്ലേ? HCയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ 1240 ഇലക്ട്രോൺ വോൾട്ട് നാനോമീറ്റർ, അല്ലെങ്കിൽ 1240 ഇലക്ട്രോൺ വോൾട്ട് ആംസ്ട്രോങ് എന്നൊക്കെ എഴുതും. ഓക്കെ, അപ്പോൾ HCയുടെ വാല്യൂ ഒന്ന് ആലോചിച്ച് വെച്ചേക്കണം. HCയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ 1240 ഇലക്ട്രോൺ വോൾട്ട് നാനോമീറ്റർ എന്ന് എഴുതാം, അല്ലെങ്കിൽ 12400 ഇലക്ട്രോൺ വോൾട്ട് ആംസ്ട്രോങ് എന്നൊക്കെ എഴുതാം. ഡിവൈഡഡ് ബൈ ലാംഡ പറ മക്കളെ. ലാംഡ എത്ര? 124 നാനോമീറ്റർ ആണ്. ലാംഡ എന്ന് പറഞ്ഞാൽ 124 നാനോമീറ്റർ ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആര് ക്യാൻസൽ ആയി പോകും മക്കളെ? നാനോമീറ്റർ ക്യാൻസൽ ആയി പോകും. ഓക്കെ, 124ഉം 1240 കൂടെ ചേർന്ന് എത്ര വരും മക്കളെ? 10 വരും. സോ ദ ആൻസർ വിൽ ബി വാട്ട്? 10 ഇലക്ട്രോൺ വോൾട്ട്. അപ്പോൾ എനർജി ഓഫ് ഫോട്ടോൺ എന്ന് പറയുന്നത് 10 ഇലക്ട്രോൺ വോൾട്ട് അടുപ്പിച്ചുണ്ട്. അപ്പോൾ എനർജി ഓഫ് ഫോട്ടോൺ എന്ന് പറയുന്നത് എന്തുണ്ട് മക്കളെ? 10 ഇലക്ട്രോൺ വോൾട്ട് അടുപ്പിച്ചുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ട്രാൻസിഷൻ ആണെങ്കിൽ എനർജി എത്രയായി കിട്ടത്തുള്ളൂ? 2.2 കിട്ടത്തുള്ളൂ. ഈ ട്രാൻസിഷൻ ആണെങ്കിൽ എനർജി എത്രയായി കിട്ടത്തുള്ളൂ? 5.2 കിട്ടത്തുള്ളൂ. ഈ ട്രാൻസിഷൻ ആണെങ്കിൽ എന്തായാലും 3 സംതിങ് കിട്ടത്തുള്ളൂ. അപ്പോൾ ഈ ട്രാൻസിഷൻ നടക്കുമ്പോഴാണ് 10 എനർജി കളയേണ്ടത്. അപ്പോൾ അതാണ് ഫോട്ടോൺ ആയിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ട്രാൻസിഷൻ ഏതെന്ന് ചോദിച്ചാൽ ഏതാ മക്കളെ? ട്രാൻസിഷൻ D എന്നാണ് ട്രാൻസിഷൻ.
കേട്ടോ മക്കളെ, ഈ ട്രാൻസിഷൻ നടന്നാൽ എത്ര എനർജിയെ നഷ്ടപ്പെടുത്തുള്ളൂ, എത്ര എനർജിയാണ് കളയേണ്ടത്? 2.2, അതാണ് ഫോട്ടോൺ ആയിട്ട് പോകുന്നത്. ഈ ട്രാൻസിഷൻ നടന്നാൽ 5.2 എനർജിയാണ് ഫോട്ടോൺ ആയിട്ട് പോകുന്നത്. ഈ ട്രാൻസിഷൻ നടന്നാൽ 3 ഇലക്ട്രോൺ വോൾട്ട് എനർജിയാണ് ഫോട്ടോൺ ആയിട്ട് പോകുന്നത്. പക്ഷേ ഈ ട്രാൻസിഷൻ ആണ് നടക്കുന്നതെങ്കിൽ അറൌണ്ട് 10 ഇലക്ട്രോൺ വോൾട്ട് എനർജിയാണ് ഫോട്ടോൺ ആയിട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെയും എനർജി ഓഫ് ഫോട്ടോൺ നോക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് ഓൾമോസ്റ്റ് 10 ഇലക്ട്രോൺ വോൾട്ട് ഉണ്ട്. അപ്പോൾ അവർ ഉദ്ദേശിച്ചിരിക്കുന്നത് ഏത് ട്രാൻസിഷനാണ് മക്കളെ? ഡി. കേട്ടോ, അപ്പോൾ അവർ ഉദ്ദേശിച്ചിരിക്കുന്നത് ഏത് ട്രാൻസിഷനാണ് മക്കളെ? അവർ ഉദ്ദേശിച്ചിരിക്കുന്നത് ഡി എന്ന് പറയുന്ന ട്രാൻസിഷൻ. മക്കളെ അടുത്ത ക്വസ്റ്റ്യൻ, എ പാർട്ടിക്കിൾ എക്സിക്യൂട്ട് സിമ്പിൾ ഹാർമോണിക് മോഷൻ ബിറ്റ്വീൻ x = -a ആൻഡ് x = +a. അപ്പോൾ x = +a എന്ന് അവിടെ ഒന്ന് തിരുത്തി വായിച്ചോണം. ഇഫ് ടൈം ടേക്കൺ ബൈ ദ പാർട്ടിക്കിൾ ടു ഗോ ഫ്രം x = 0 to x = a/2 is 2 seconds, then what is the time taken by the particle to move from x = a/2 to x = a? അപ്പോൾ നമുക്ക് നോക്കാം. പാർട്ടിക്കിൾ ആദ്യം മീൻ പൊസിഷനിലായിരുന്നു, x = 0. ഇതാണ് എക്സ്ട്രീം പൊസിഷൻ. x = ആരാ മക്കളെ? a ആണോ? ഇതാണ് x = ഏത് പൊസിഷൻ പിള്ളേരെ? a/2. അപ്പോൾ നമുക്കൊന്ന് ചിന്തിക്കാം. a മുതൽ x a/2 ആകാൻ എടുക്കുന്ന ടൈം ഞാൻ t1 എന്ന് എടുക്കും. എടാ കേട്ടോ, അങ്ങനെയാണെങ്കിൽ എക്സിൽ നിന്ന് a ആകാൻ എടുക്കുന്ന ടൈം ഞാൻ എന്തെന്ന് എടുക്കുന്നു മക്കളെ? t2 എന്ന് എടുക്കും. ഓക്കെ, അപ്പോൾ ഇവിടം തൊട്ട് ഇവിടം വരെ എടുക്കാൻ എടുക്കുന്ന ടൈം t1 എന്ന് ഞാൻ എടുക്കുന്നു. അതായത് x = 0 മുതൽ x = a/2 പോകാൻ എടുക്കുന്ന ടൈം t1 എന്ന് എടുക്കുന്നു. x = 0 മുതൽ x = a വരെ പോകാൻ എടുക്കുന്ന ടൈം ഞാൻ എന്തെന്ന് എടുക്കുന്നു മക്കളെ? t2 എന്ന് എടുക്കുന്നു. പക്ഷെ അവരെന്താ ചോദിച്ചിരിക്കുന്നത്? ടൈം ടേക്കൺ ബൈ ദ പാർട്ടിക്കിൾ ഇൻ ഗോയിങ് ഫ്രം x = a/2 ടു x = a. അപ്പോൾ ഇവിടെ നിന്ന് ഇവിടം വരെ ഉള്ള ടൈമാണ് ചോദിച്ചിരിക്കുന്നത്. അതെന്ത് ചെയ്താൽ മതി മക്കളെ? ഈ ടൈം എത്ര മക്കളെ? t2. ഈ ടൈം എത്ര മക്കളെ? t1. അങ്ങനെയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഈ ടൈം എത്ര ആയിരിക്കും മക്കളെ? t2 - t1 അല്ലേടാ? പറ മക്കളെ, ഈ ടൈം എത്ര മക്കളെ? t2. ഈ ടൈം എത്ര മക്കളെ? t1. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് പോകാൻ എടുക്കുന്ന ടൈം എത്ര മക്കളെ? t2 - t1 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ പറഞ്ഞേ, നമുക്കറിയാം SHMന്റെ ഇക്വേഷൻസ് നമുക്കറിയാം അല്ലേ? അപ്പോൾ SHMന്റെ ഇക്വേഷൻസ് നമുക്കറിയാം. എന്താണ് SHMന്റെ ഇക്വേഷൻ പറയുന്നത്? x = a sin omega t. ആണോ? അങ്ങനെയാണെങ്കിൽ x a/2 ആകാൻ എടുക്കുന്ന സമയം കണ്ടുപിടിക്കാം. അപ്പോൾ x എത്ര മക്കളെ? a/2 = എത്ര മക്കളെ? a = എത്ര മക്കളെ? sin omega t. ഒമേഗയ്ക്ക് 2π/t എന്ന് കൊടുക്കാം. അതിനടുത്ത ടൈം എത്ര എന്ന് പറഞ്ഞിട്ടുണ്ട് മക്കളെ? 2 സെക്കൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനടുത്ത ടൈം എത്ര എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന്? 2 സെക്കൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? അതിനടുത്ത ടൈം എത്ര എന്ന് പറഞ്ഞിട്ടുണ്ട് മക്കളെ? 2 സെക്കൻഡ്. അപ്പോൾ 1/2 = അല്ലേ? sin 1/2 എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? sin 30 അല്ലേടാ? sin 30ക്ക് എന്ത് കൊടുക്കാം? sin π/6 എന്ന് കൊടുക്കാം അല്ലേ? മക്കളെ sin 1/2 കിട്ടണമെങ്കിൽ ഇതാരായിരിക്കണം മക്കളെ? 30 ഡിഗ്രി ആയിരിക്കണം അല്ലേ? എന്നാ അതായത് 2π/t × 2 എന്ന് പറയുന്നത് 2π/t × 2 എന്ന് പറയുന്നത് എന്തായിരിക്കണം മക്കളെ? π/6 ആയിരിക്കും. ആണോ? അങ്ങനെയാണെങ്കിൽ ആര് വെട്ടിപ്പോവും? പൈയും വെട്ടിപ്പോവും. ആണോ? അപ്പോൾ t = എത്ര എന്ന് കിട്ടും മക്കളെ? t = 24 സെക്കൻഡ് എന്ന് കിട്ടും. അപ്പോൾ ടൈം പീരീഡ് എന്ന് പറയുന്നത് 24 സെക്കൻഡ് എന്ന് കിട്ടും. എടാ കേട്ടോ, അപ്പോൾ ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ എത്ര സെക്കൻഡ് എന്ന് കിട്ടും മക്കളെ? 24 സെക്കൻഡ് എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതെല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. പറ മക്കളെ, x = 0 മുതൽ x = a/2 വരെ പോകാനുള്ള ടൈം തന്നിട്ടുണ്ട്. അത് എത്രയാണെന്ന് തന്നിട്ടുണ്ട് മക്കളെ? 2 സെക്കൻഡ് എന്ന് തന്നിട്ടുണ്ട്. കേട്ടോ, അപ്പോൾ x = 0 ടു x = a/2 വരെ പോകാനുള്ള ടൈം എത്രയാണെന്ന് തന്നിട്ടുണ്ട് മക്കളെ? 2 സെക്കൻഡ് എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചു x a/2 ആണ്, അതിനെടുക്കുന്ന ടൈം 2 ആണ്. ഒമേഗയ്ക്ക് നമുക്ക് എന്തെന്ന് കൊടുക്കാം മക്കളെ? 2π/t എന്ന് കൊടുക്കാം. അപ്പോൾ ചെയ്ത് നോക്കിയാൽ t = എന്തെന്ന് കിട്ടും മക്കളെ? 24 എന്ന് കിട്ടും. അടുത്ത അഗെയിൻ x = എന്താ മക്കളെ? x = a sin omega t. കേട്ടോ, അപ്പോൾ x എവിടം വരെ എത്തി? ഇവിടെ നിന്ന് ഇവിടം വരെ എത്താൻ എടുക്കുന്ന ടൈം നോക്കാം. അപ്പോൾ x എത്ര മക്കളെ? a. അപ്പോൾ a = എന്താ മക്കളെ? a sin ഒമേഗയ്ക്ക് എന്ത് കൊടുക്കാം മക്കളെ? ഒമേഗയ്ക്ക് 2π/t × t എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പോൾ എയും എയും ക്യാൻസൽ ആകും. സോ ദാറ്റ്സ് ഈക്വൽ ടു 1 എന്ന് കിട്ടും. സോ ദാറ്റ്സ് ഈക്വൽ ടു sin 2π/t എത്ര മക്കളെ? t എന്ന് പറയുന്നത് 24 ആണ് അല്ലേ? t എന്ന് പറയുന്നത് 24 ആണ് × t എന്ന് കിട്ടും. ആണോ? അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, 1 കിട്ടണമെങ്കിൽ സൈൻ്റെ എന്താ മക്കളെ 1 കിട്ടുന്നത്? π/2 ആണ് 1 കിട്ടുന്നത് അല്ലേ? അപ്പോൾ എന്താ മക്കളെ? πt/12 എന്ന് പറയുന്നത് എന്തായിരിക്കണം മക്കളെ? π/2 ആയിരിക്കണം. ഓക്കെ, അപ്പോൾ πt/12 എന്ന് പറയുന്നത് എന്തായിരിക്കണം മക്കളെ? π/2 ആയിരിക്കണം. ആണോ? അപ്പോൾ പൈയും ക്യാൻസൽ ആവും. 2ഉം 12ഉം വെട്ടിയാൽ 6 എന്ന് പറയുന്നത് കിട്ടും. അപ്പോൾ t = എത്ര എന്ന് കിട്ടും മക്കളെ? 6 സെക്കൻഡ് എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് ഇവിടം വരെ എത്താൻ എടുക്കുന്ന ടൈം എത്ര മക്കളെ? 6 സെക്കൻഡ്.
പിടി കിട്ടിയോ? അപ്പോൾ ഇവിടെ നിന്ന് ഇവിടം വരെ എത്താൻ എടുക്കുന്ന ടൈം എത്ര മക്കളെ? 6 സെക്കൻഡ്. ഇവിടെ നിന്ന് ഇവിടം വരെ എത്താൻ എടുക്കുന്ന ടൈം എത്ര മക്കളെ? 2 സെക്കൻഡ്. അങ്ങനെയാണെങ്കിൽ A/2 ടു A നീങ്ങാൻ എടുക്കുന്ന ടൈം എത്ര മക്കളെ? 4 സെക്കൻഡ്. ഓക്കെ, അപ്പോൾ 0 ടു A/2 നീങ്ങാൻ എടുക്കുന്ന ടൈം 2 സെക്കൻഡ്. 0 ടു A നീങ്ങാൻ എടുക്കുന്ന ടൈം 6 സെക്കൻഡ്. അങ്ങനെയാണെങ്കിൽ A/2 ടു A നീങ്ങാൻ എടുക്കുന്ന സമയം 4 സെക്കൻഡ്. കാര്യം പിടി കിട്ടിയോ? അപ്പോൾ അതിനെടുക്കുന്ന ടൈം എന്ന് പറയുന്ന 4 സെക്കൻഡാണ്. അടുത്ത മാച്ച് ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2. ഐസോതെർമൽ പ്രോസസ്. ഐസോതെർമൽ പ്രോസസ്സിൽ നോ ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി അല്ലേ? ഐസോതെർമൽ പ്രോസസ്സിലാണ് ഡെൽറ്റ യുവിൻ്റെ ഫോർമുല എന്താ മക്കളെ? ഡെൽറ്റ യു എന്ന് പറയുന്നത് NCV ഡെൽറ്റ ടി എന്നാ അല്ലേന്നാ. ഡെൽറ്റ യു എന്ന് പറയുന്ന NCV ഡെൽറ്റ ടി എന്നാ. ഐസോതെർമൽ പ്രോസസ്സിൽ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ ഡെൽറ്റ ടി 0 ആയി പോകും. അപ്പോൾ ഐസോതെർമൽ പ്രോസസ്സിൽ ഡെൽറ്റ യു 0 ആയി പോകും. ആണോ? അപ്പോൾ നമുക്ക് ഉറപ്പായിട്ടും പറയാം എ എന്ന് പറയുന്നത് എന്താ മക്കളെ? എ എന്ന് പറയുന്ന 2 ആണ്. ആണോ? അപ്പോൾ നമുക്ക് ഉറപ്പായിട്ടും പറയാം എ എന്ന് പറയുന്നത് എന്താ മക്കളെ? എ എന്ന് പറയുന്ന 2 ആണ്. കാര്യം ഐസോതെർമൽ പ്രോസസ് എന്ന് പറഞ്ഞാൽ പേരിൽ തന്നെ കിടപ്പുണ്ട് ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണ്. ഐസോതെർമൽ പ്രോസസ് എന്ന് പറഞ്ഞാൽ പേരിൽ തന്നെ കിടപ്പുണ്ട് ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ 0 ആണ്. അപ്പോൾ ഡെൽറ്റ യു എന്ന് പറയുന്ന 0 ആണ്. അപ്പോൾ എന്ന് പറയുന്ന ആൻസർ എന്തെന്ന് കിട്ടും മക്കളെ? ഓപ്ഷൻ 2 എന്ന് കിട്ടും. അടുത്ത അഡൈബാറ്റിക് പ്രോസസ്സ് പറ മക്കളെ. അഡൈബാറ്റിക് പ്രോസസ്സിൽ നമുക്ക് എല്ലാവർക്കും അറിയാം പറ മക്കളെ. ഡെൽറ്റ ക്യൂ ഈസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ ഡബ്ല്യു എന്നാണ്. ആണോ? അപ്പോൾ ഡെൽറ്റ ക്യൂ അഡൈബാറ്റിക് പ്രോസസ്സിൽ ഡെൽറ്റ ക്യൂ എന്താ മക്കളെ? ഡെൽറ്റ ക്യൂ എന്ന് പറയുന്നത് 0 ആണ്. അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ ഡബ്ല്യു എന്ന് പറയുന്നത് എന്താ മക്കളെ? മൈനസ് ഡെൽറ്റ യു ആണ്. ആണോ? അപ്പോൾ വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ ഡിക്രീസ് ഇൻ ഇന്റേണൽ എനർജിയാണ്. വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ ഡിക്രീസ് ഇൻ ഇന്റേണൽ എനർജിയാണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയേണ്ടി വരും ബി എന്ന് പറയുന്ന 1 എന്ന് പറയേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയേണ്ടി വരും ബി എന്ന് പറയുന്ന 1 എന്ന് പറയേണ്ടി വരും. അടുത്ത എന്താ മക്കളെ? ഐസോകോറിക് പ്രോസസ് ആണ്. ഐസോകോറിക് പ്രോസസ്സിൽ എല്ലാവർക്കും അറിയാം ഐസോകോറിക് പ്രോസസ്സിൽ എന്താ മക്കളെ? വോളിയം കോൺസ്റ്റന്റ് ആണ് അല്ലേ? അപ്പോൾ ഐസോകോറിക് പ്രോസസ് നോക്കുവാണെങ്കിൽ പറ മക്കളെ, ഐസോകോറിക് പ്രോസസ് നോക്കുവാണെങ്കിൽ വോളിയം എന്ന് പറയുന്ന കോൺസ്റ്റന്റ് ആണ്. വോളിയം കോൺസ്റ്റന്റ് ആയതുകൊണ്ട് തന്നെ വർക്ക് ഡൺ എന്ന് പറയുന്നത് എന്തായിരിക്കും മക്കളെ? 0 ആയിരിക്കും. അപ്പോൾ നോ വർക്ക് ഈസ് ഡൺ ഓൺ ബൈ ഗ്യാസ്. ഓക്കെ, അപ്പോൾ സി എന്ന് പറയുന്നത് എന്തായിരിക്കും മക്കളെ? സി എന്ന് പറയുന്ന 4 ആയിരിക്കും. അടുത്ത എന്താ മക്കളെ? ഐസോബാറിക് പ്രോസസ്. ഐസോബാറിക് പ്രോസസ്സിൽ ഡെൽറ്റ ക്യൂ എന്ന് പറയുന്ന ഡെൽറ്റ യു ആയിട്ടും പോകും ഡെൽറ്റ ഡബ്ല്യു ആയിട്ടും പോകും. പഠിച്ചിട്ടില്ലേ? കാര്യം എന്താ മക്കളെ? ഡെൽറ്റ ക്യൂ 0 അല്ല, ഡെൽറ്റ ഡബ്ല്യു 0 അല്ല, ഡെൽറ്റ യു 0 അല്ല. ഏത് പ്രോസസ്സിൽ? പ്ലരെ ഐസോബാറിക് പ്രോസസ്സിൽ അല്ലേ? അപ്പോൾ ഐസോബാറിക് പ്രോസസ്സിൽ ഡെൽറ്റ ക്യൂ എന്ന് പറയുന്ന ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ ഡബ്ല്യു ആണ്. ഐസോബാറിക് പ്രോസസ്സിൽ ഡെൽറ്റ ക്യൂ എന്ന് പറയുന്നത് ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ ഡബ്ല്യു ആണ്. അപ്പോൾ ഡെൽറ്റ യുവിനും മാറ്റമില്ല, ഡെൽറ്റ ഡബ്ല്യുവിനും 0 അല്ല, ഡെൽറ്റ ഡബ്ല്യുവും 0 അല്ല. അപ്പോൾ എന്താ മക്കളെ? കൊടുക്കുന്ന ഹീറ്റ് ഡെൽറ്റ യു ആയിട്ടും പോകും ഡെൽറ്റ ഡബ്ല്യു ആയിട്ട് പോകും അല്ലേ? അപ്പോൾ ആൻസർ എന്ത് വരും മക്കളെ? ഡി എന്ന് പറയുന്ന 3 എന്ന് വരും. ഓക്കെ, അപ്പോൾ ആൻസർ നോക്കുവാണെങ്കിൽ ഡി എന്ന് പറയുന്ന എത്ര എന്ന് കിട്ടും മക്കളെ? 3 എന്ന് പറയുന്നത് കിട്ടും. കാര്യം പിടി കിട്ടും. അപ്പോൾ ആൻസർ നോക്കുവാണെങ്കിൽ ഡി എന്ന് പറയുന്ന 3 എന്ന് പറയുന്നത് കിട്ടും. ഓക്കെ, നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ട്രോപ്പോസ്ഫിയർ. ഇതെല്ലാം നമ്മൾ എവിടെ പഠിക്കുന്ന മക്കളെ? തിയറിയിൽ പഠിക്കുന്നതാണ് അല്ലേ? കമ്മ്യൂണിക്കേഷൻ്റെ തിയറിയിൽ നമ്മൾ പഠിക്കുന്ന സാധനങ്ങളാണ്. ഓക്കെ, കറക്റ്റ് ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ട്രോപ്പോസ്ഫിയർ എന്നാണ് അപ്രോക്സിമേറ്റ് 10 കിലോമീറ്റർ ഓവർ എർത്ത് സർഫസ്. ഈ പാർട്ട് ഓഫ് ദ സ്പിയർ അപ്രോക്സിമേറ്റ് 100 കിലോമീറ്റർ ഓവർ എർത്ത് സർഫസ്. F2 പാർട്ട് ഓഫ് തെർമോസ്ഫിയർ എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ് 300 കിലോമീറ്റർ ഓവർ എർത്ത് സർഫസ്. ഡി പാർട്ട് ഓഫ് ദ സ്ട്രാറ്റോസ്ഫിയർ എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ് 65 to 75. മക്കളെ, ഇത് നമ്മുടെ കമ്മ്യൂണിക്കേഷനിൽ ജസ്റ്റ് ഒന്ന് വായിച്ചു വയ്ക്കേണ്ട ഏരിയ കേട്ടോ. അത് തിയറി ക്വസ്റ്റ്യൻ ആണ്, അതിൽ നമ്മൾ പറയാനൊന്നുമില്ല. നമ്മൾ ആ തിയറി പഠിച്ചു വയ്ക്കുകയേ ഉള്ളൂ, നിവർത്തി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. എ ബോഡി ഓഫ് മാസ് ഈസ് ടേക്കൺ ഫ്രം എർത്ത് സർഫസ് ടു എ ഹൈറ്റ് h ഈക്വൽ ടു ട്വൈസ് ദ റേഡിയസ് ഓഫ് എർത്ത്. ദ ഇൻക്രീസ് ഇൻ പൊട്ടൻഷ്യൽ എനർജി വിൽ ബി. പറവക്കളെ, അപ്പോൾ എർത്തിൻ്റെ സർഫസിൽ നിന്ന് അപ്പോൾ ഇതാണ് എർത്തിൻ്റെ സർഫസ് എന്ന് പറയുന്നത്. പറവക്കളെ, അപ്പോൾ എർത്തിൻ്റെ സർഫസിൽ നിന്ന് എ ബോഡി ഓഫ് മാസ് എം ആണ് അല്ലേ? അല്ലെങ്കിൽ എ ബോഡി ഓഫ് മാസ് എം ടേക്കൺ ഫ്രം എർത്ത് സർഫസ് ടു ദ ഹൈറ്റ് h ഈക്വൽ ടു ട്വൈസ് ദ റേഡിയസ് ഓഫ് എർത്ത്. അപ്പോൾ ഇവിടെ ഇരുന്ന ബോഡീനെ എന്താ മക്കളെ? h ഹൈറ്റിലേക്ക് കൊണ്ടുപോയി. ആണോ? ഇവിടെ ഇരുന്ന ബോഡീനെ h ഹൈറ്റിലേക്ക് കൊണ്ടുപോയി. അതെന്ന് പറഞ്ഞാൽ ട്വൈസ് ദ റേഡിയസ് ഓഫ് എർത്ത് എന്നാ പറഞ്ഞിരിക്കുന്നത്. മക്കളെ മനസ്സിലായോ? അപ്പോൾ ഇതെന്തായാലും എന്താ മക്കളെ? റേഡിയസ് ഓഫ് എർത്ത് ആണ്. അപ്പോൾ ഇവിടെ ഇരുന്ന ബോഡീനെ ഇങ്ങോട്ടേക്കാണ് കൊണ്ടുപോയത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇരുന്ന ബോഡീനെ ഇങ്ങോട്ടേക്കാണ് കൊണ്ടുപോയത്. ഓക്കെ, അപ്പോൾ എന്താ മക്കളെ ചോദിച്ചിരിക്കുന്നത്? ദ ഇൻക്രീസ് ഇൻ പൊട്ടൻഷ്യൽ എനർജി വിൽ ബി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇനിഷ്യൽ പൊട്ടൻഷ്യൽ എനർജി പറഞ്ഞേ മക്കളെ? ഗ്രാവിറ്റേഷനിൽ പഠിച്ചിട്ടുണ്ട്. പൊട്ടൻഷ്യൽ എനർജിയുടെ ഫോർമുല പറ. -G. എർത്തിന്റെ മാസ് m എന്ന് കൊടുക്കാം അല്ലേ?
ബോഡിയുടെ മാസ് സ്മോൾ എം എന്ന് കൊടുക്കാം അല്ലേ? ഇനിഷ്യലി എത്ര ദൂരം അകലെ മക്കളെ? RE ദൂരം അകലെ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഫൈനൽ പൊട്ടൻഷ്യൽ പറ. അങ്ങനെയാണെങ്കിൽ ഫൈനൽ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ -GMM ബൈ അല്ലേ? -GMM ബൈ പറ മക്കളെ, എത്ര ദൂരം അകലെ? ഇത് RE ഉണ്ട്, ഇത് 2RE ഉണ്ട്. അപ്പോൾ എത്ര ദൂരം അകലെ മക്കളെ? അപ്പോൾ എത്ര ദൂരം അകലെ എന്ന് ചോദിച്ചാൽ 3RE. ഇവിടെ കേട്ടോ, സെൻട്രലിൽ നിന്ന് ഇവിടം വരെ എത്ര ദൂരം എത്തി മക്കളെ? 3RE ദൂരം എത്തി. ആണോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ വേണ്ടത്? ഇൻക്രീസ് ഇൻ പൊട്ടൻഷ്യൽ ചെയ്യാൻ വേണ്ടത്, അഥവാ ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ ചെയ്യാൻ വേണ്ടത്. ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ UF - UI ആണ്. അപ്പോൾ നമുക്ക് ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ ചെയ്യാൻ വേണ്ടത്, ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ UF - UI ആണ്. അപ്പോൾ UF എന്ന് പറഞ്ഞാൽ -GMM ബൈ 3RE ആണ്. UF എന്ന് പറഞ്ഞാൽ -GMM ബൈ 3RE ആണ്. ആണോ? മൈനസ് ഇതെന്ത് വരും മക്കളെ? മൈനസ് എന്തായിട്ട് മാറും? പ്ലസ് ആയിട്ട് മാറും. ഓക്കെ, സോ ദാറ്റ്സ് ഈക്വൽ ടു GMM ബൈ RE എന്ന് കിട്ടും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ യു എന്ന് പറയുന്നത് പറ മക്കളെ, അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ യു എന്ന് പറയുന്നത് എത്രയാണെന്ന് കിട്ടും മക്കളെ? 2GMM ബൈ 3RE എന്ന് കിട്ടും. ഇവിടെ കേട്ടോന്ന്. അപ്പോൾ ഡെൽറ്റ യു എന്ന് പറയുന്നത് എത്രയാണെന്ന് കിട്ടും മക്കളെ? 2/3 ഇൻറ്റു GMM ബൈ RE എന്ന് പറയുന്നത്. കുഴപ്പമില്ലല്ലോ, മനസ്സിലായെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ ഇതിനെ നമുക്ക് എന്തെഴുതാം? 2/3 ഇൻറ്റു GM ബൈ RE ഇൻറ്റു എം. ഓക്കെ, ഞാനിവിടെ ഒരു RE കൊണ്ട് ഇൻറ്റു ചെയ്യുന്നു, ഇവിടെയും ഒരു RE കൊണ്ട് ഇൻറ്റു ചെയ്യുന്നു. കുഴപ്പമില്ലല്ലോ മക്കളെ. ഞാൻ ഇവിടെയും ഒരു RE കൊണ്ട് ഇൻറ്റു ചെയ്യുന്നു, ഇവിടെയും ഒരു RE കൊണ്ട് ഇൻറ്റു ചെയ്യുന്നു. കുഴപ്പമില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഇതാരാ പിള്ളേരെ? ഇതെന്ന് പറയുന്ന ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അല്ലേ മക്കളെ? അപ്പോൾ അത് നോക്കുവാണെങ്കിൽ അതെന്ന് പറയുന്ന ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. സോ ദ ആൻസർ വിൽ ബി 2/3 ഇൻറ്റു G ഇൻറ്റു M ഇൻറ്റു RE എന്ന് പറയുന്നത് കിട്ടും. എടാ കേട്ടോ, അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് 2/3 ഇൻറ്റു G ഇൻറ്റു M ഇൻറ്റു RE എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ അതെന്ന് പറയുന്നത് 2/3 ഇൻറ്റു G ഇൻറ്റു M ഇൻറ്റു RE എന്ന് പറയുന്നത് കിട്ടും. അപ്പോൾ ഇതാണ് അവിടുത്തെ കേസ് എന്ന് പറയുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എ വയർ ഓഫ് ലെങ്ത് 1 മീറ്റർ മൂവിംഗ് വിത്ത് വെലോസിറ്റി 8 മീറ്റർ പെർ സെക്കൻഡ് അറ്റ് റൈറ്റ് ആംഗിൾസ് ടു എ മാഗ്നറ്റിക് ഫീൽഡ് 2 ടെസ്ല. അപ്പോൾ ഇതൊരു വയറാണ്. പറ മക്കളെ, വയറിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് എത്ര മക്കളെ? വയറിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 1 മീറ്റർ ആണ്. മൂവിംഗ് വിത്ത് എ വെലോസിറ്റി 8 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പോൾ അവൻ്റെ വെലോസിറ്റി നോക്കുവാണെങ്കിൽ അവൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് 8 മീറ്റർ പെർ സെക്കൻഡ് ആണ്. റൈറ്റ് ആംഗിൾസ് ടു എ മാഗ്നറ്റിക് ഫീൽഡ് ആണ്. മാഗ്നറ്റിക് ഫീൽഡ് പെർപെൻഡിക്കുലർ ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ വല്ലതും നമുക്ക് വരയ്ക്കും. എടാ കേട്ടോ, അവൻ്റെ മൂവ്മെൻറ്റ് ഇങ്ങോട്ടാണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങോട്ടോ മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങോട്ടോ അല്ലേ? അപ്പോൾ അവൻ്റെ മൂവ്മെൻറ്റിന് പെർപെൻഡിക്കുലർ ആയിരിക്കണം മാഗ്നറ്റിക് ഫീൽഡ് എന്നേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ എൻസിന് അക്രോസ് ഉള്ള EMF അത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. എന്താ മക്കളെ? 3 പേരും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണെങ്കിൽ എൻസിന് അക്രോസ് ഉള്ള EMF എന്ന് പറയുന്ന BLV ആണ്. അപ്പോൾ B എന്ന് പറയുന്നത് എത്ര മക്കളെ? B എന്ന് പറയുന്നത് 2 ആണ് അല്ലേ? L എന്ന് പറയുന്നത് എത്ര മക്കളെ? L എന്ന് പറയുന്നത് 1 ആണ്. V എന്ന് പറയുന്നത് എത്ര മക്കളെ? V എന്ന് പറയുന്നത് 8 ആണ്. ഓക്കെ, സോ ദ ആൻസർ വിൽ ബി വാട്ട്? ആൻസർ വിൽ ബി 16 വോൾട്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും പറയാം ആൻസർ എന്ന് പറയുന്നത് 16 വോൾട്ട് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഉറപ്പായിട്ടും പറയാം ആൻസർ എന്ന് പറയുന്നത് എന്തായിരിക്കും മക്കളെ? 16 വോൾട്ട് ആയിരിക്കും. അടുത്ത ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ എ പാർട്ടിക്കിൾ റിലേറ്റഡ് ടു ടൈം ആസ്. അപ്പോൾ x ഈക്വൽ ടു എന്തെന്ന് തന്നിട്ടുണ്ട് മക്കളെ? x ഈക്വൽ ടു 4t² എന്ന് തന്നിട്ടുണ്ട് അല്ലേ? അങ്ങനെയാണെങ്കിൽ എന്താ കണ്ടുപിടിക്കേണ്ടത്? വെലോസിറ്റി ഓഫ് ദ പാർട്ടിക്കിൾ ആണ് കണ്ടുപിടിക്കേണ്ടത്. അത് t ഈക്വൽ ടു 5 സെക്കൻഡാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ വെലോസിറ്റിയുടെ ഫോർമുല പറ മക്കളെ. വെലോസിറ്റിയുടെ ഫോർമുല എന്ന് പറയുന്നത് dx/dt ആണ് അല്ലേ? സോ ദാറ്റ്സ് ഈക്വൽ ടു ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 4 ഇൻറ്റു t² ഡെറിവേറ്റീവ് എത്ര മക്കളെ? 2t ആണ് അല്ലേ? t² ഡെറിവേറ്റീവ് എത്ര മക്കളെ? 2t ആണ്. സോ ദാറ്റ്സ് ഈക്വൽ ടു 4 ഇൻറ്റു 2t ഈസ് ഈക്വൽ ടു എത്ര എന്ന് കിട്ടും? 80 എന്ന് പറയുന്നത് കിട്ടും. അപ്പോൾ 4 ഇൻറ്റു 2t എന്ന് പറയുന്നത് എത്ര എന്ന് കിട്ടും മക്കളെ? 80 എന്ന് പറയുന്നത് കിട്ടും. അപ്പോൾ അവർ ഏത് സമയത്തെ വെലോസിറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്? വെലോസിറ്റി ഓഫ് ദ പാർട്ടിക്കിൾ അറ്റ് t ഈക്വൽ ടു 5 സെക്കൻഡ് ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? സോ ദാറ്റ്സ് ഈക്വൽ ടു 8 ഇൻറ്റു 5. സോ ദ ആൻസർ ഈസ് 40. ഓക്കെ, യൂണിറ്റ് എന്താ മക്കളെ? മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, അപ്പോൾ യൂണിറ്റ് എന്ന് പറയുന്ന എന്താ മക്കളെ? യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ എന്താ മക്കളെ? x ഈക്വൽ ടു 40² ആണ്. അപ്പോൾ വെലോസിറ്റി കണ്ടുപിടിക്കാനുള്ള ഫോർമുല dx/dt. ഓക്കെ, 4 കോൺസ്റ്റന്റ് ആണ്. t² ഡെറിവേറ്റീവ് 2t ആണ്. സോ ദാറ്റ് വിൽ ബി 80 ആണ്. അവർ t ഈക്വൽ ടു 5 സെക്കൻഡിലെ കാര്യമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ടിയുടെ അവിടെ 5 ഇട്ട് കൊടുക്കുക. സോ ദ ആൻസർ വിൽ ബി 8 ഇൻറ്റു 5. 8 ഇൻറ്റു 5 ഈസ് ഈക്വൽ ടു 40 മീറ്റർ പെർ സെക്കൻഡ്. കാര്യം പിടി കിട്ടിയോ? അടുത്ത ക്വസ്റ്റ്യൻ. 2 objects are projected with the same velocity, however at different angles alpha and beta. If alpha plus beta is equal to 90 degree, ratio of horizontal range of first object to the second object. അപ്പോൾ കോംപ്ലിമെന്ററി ആംഗിൾ അല്ലേ മക്കളെ? ഫസ്റ്റ് ആംഗിൾ എന്താ? ആദ്യം പ്രൊജക്ട് ചെയ്യുന്ന ആംഗിൾ ആൽഫയാണ്. അടുത്ത പ്രൊജക്ട് ചെയ്യുന്ന ആംഗിൾ എത്ര മക്കളെ? ബീറ്റയാണ് അല്ലേ?
ആദ്യം പ്രൊജക്ട് ചെയ്യുന്ന ആംഗിൾ ആൽഫയാണ്, രണ്ടാമത് പ്രൊജക്ട് ചെയ്യുന്ന ആംഗിൾ ബീറ്റയാണ്. ബീറ്റയുടെ പ്രത്യേകത എന്ന് നോക്കിയേ, ബീറ്റ എന്ന് പറയുന്ന എന്താ മക്കളെ 90 മൈനസ് ആൽഫയാണ് ആണോ. അപ്പോൾ ആദ്യം പ്രൊജക്ട് ചെയ്ത ആംഗിൾ ആൽഫയാണ്, അതേ സ്പീഡിൽ രണ്ടാമത് പ്രൊജക്ട് ചെയ്ത ആംഗിൾ 90 മൈനസ് ആൽഫയാണ്. നമ്മൾ തിയറി പഠിക്കുന്നതല്ലേ, തീറ്റ ആംഗിളിൽ പ്രൊജക്ട് ചെയ്താലും 90 മൈനസ് തീറ്റ ആംഗിളിൽ പ്രൊജക്ട് ചെയ്താലും സ്പീഡ് സെയിം ആണെങ്കിൽ റേഞ്ച് ഓഫ് ദ പ്രൊജക്ടൈൽ വിൽ ബി സെയിം എന്ന് പഠിക്കുന്നതല്ലേ മക്കളെ. ഓക്കെ, അപ്പോൾ ആദ്യത്തെ പ്രൊജക്ഷൻ ആംഗിൾ എത്ര മക്കളെ ആൽഫയാണ്, രണ്ടാമത്തെ പ്രൊജക്ഷൻ ആംഗിൾ എത്ര മക്കളെ 90 മൈനസ് ആൽഫയാണ്. അപ്പോൾ നമ്മൾ തിയറി പഠിക്കുന്നതല്ലേ, ആൽഫ ആംഗിളിൽ പ്രൊജക്ട് ചെയ്താലും അല്ലെങ്കിൽ തീറ്റ ആംഗിളിൽ പ്രൊജക്ട് ചെയ്താലും 90 മൈനസ് തീറ്റ ആംഗിളിൽ പ്രൊജക്ട് ചെയ്താലും റേഞ്ച് എന്തായിരിക്കും മക്കളെ സെയിം ആയിരിക്കും. അത് കണക്ക് ആൽഫ ആംഗിളിൽ പ്രൊജക്ട് ചെയ്താലും 90 മൈനസ് ആൽഫ ആംഗിളിൽ പ്രൊജക്ട് ചെയ്താലും റേഞ്ച് ഓഫ് ദ പ്രൊജക്ടൈൽ വിൽ ബി ദ സെയിം. റേഞ്ച് ഓഫ് ദ പ്രൊജക്ടൈൽ വിൽ ബി ദ സെയിം അല്ലേ. അങ്ങനെയാണെങ്കിൽ റേഞ്ചിന്റെ റേഷ്യോ എന്ന് പറയുന്നത് എന്തേ കിട്ടത്തുള്ളൂ മക്കളെ 1:1 എന്നേ കിട്ടത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ റേഞ്ചിന്റെ റേഷ്യോ എന്ന് പറയുന്നത് എന്തെന്നേ കിട്ടത്തുള്ളൂ മക്കളെ 1:1 എന്നേ കിട്ടത്തുള്ളൂ. ഓക്കെ, അടുത്ത ദിവസം എന്താ മക്കളെ, റെസിസ്റ്റൻസ് ഓഫ് എ വയർ ഈസ് 5 ഓം ആണോ. ഒരു വയറിന്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ρl/a ആണ് അല്ലേ. അപ്പോൾ ρl/a എന്ന് പറയുന്ന എത്ര മക്കളെ 5 ഓം, കുഴപ്പമില്ലല്ലോ. അടുത്ത എന്താ പറഞ്ഞിരിക്കുന്നത്, ഇറ്റ്സ് ന്യൂ റെസിസ്റ്റൻസ് ഇഫ് സ്ട്രെച്ച്ഡ് ടു 5 ടൈംസ് ഇറ്റ്സ് ഒറിജിനൽ ലെങ്ത്. അപ്പോൾ ന്യൂ റെസിസ്റ്റൻസ് നമുക്ക് r' എന്ന് കൊടുക്കാം. അപ്പോൾ റോയ്ക്ക് മാറ്റമില്ല. ഓക്കെ, ലെങ്ത് എത്ര ആയി മക്കളെ, നേരത്തെ ലെങ്ത് L ഉണ്ടായിരുന്നു, അപ്പോൾ 5 ടൈംസ് ലെങ്ത് ആയി അല്ലേ. നേരത്തെ ലെങ്ത് എത്ര ഉണ്ടായിരുന്നു മക്കളെ, നേരത്തെ ഉണ്ടായിരുന്ന ലെങ്തിന്റെ 5 ടൈംസ് ലെങ്ത് ആയി, നേരത്തെ ഉണ്ടായിരുന്ന ലെങ്തിന്റെ 5 ടൈംസ് ലെങ്ത് ആയി. അപ്പോൾ L എന്ന് പറയുന്ന എന്തായിട്ട് മാറി മക്കളെ 5L ആയിട്ട് മാറി. അപ്പോൾ L എന്ന് പറയുന്ന എന്തായിട്ട് മാറി മക്കളെ, L എന്ന് പറയുന്ന എന്തായിട്ട് മാറി മക്കളെ, L എന്ന് പറയുന്ന 5L ആയിട്ട് മാറി. അങ്ങനെയാണെങ്കിൽ ഏരിയ എന്ത് സംഭവിക്കും മക്കളെ, വോളിയം എപ്പോഴും എന്തായിരിക്കണം കോൺസ്റ്റന്റ് ആയിരിക്കണം. വോളിയം എപ്പോഴും എന്തായിരിക്കണം കോൺസ്റ്റന്റ് ആയിരിക്കണം. അപ്പോൾ ആദ്യത്തെ കേസിലെ വോളിയം A1L1, രണ്ടാമത്തെ കേസിലെ വോളിയം A2L2, അത് രണ്ടും എന്തായിരിക്കണം മക്കളെ സെയിം ആയിരിക്കണം. ആദ്യത്തെ കേസിൽ ഏരിയ A, ലെങ്ത് എത്ര മക്കളെ L. അടുത്ത കേസിൽ ഏരിയ എനിക്ക് അറിയത്തില്ല, A' എന്ന് കൊടുക്കാം. ലെങ്ത് എത്ര ആയി മക്കളെ 5L ആയി. അപ്പോൾ L എന്ത് ചെയ്ത് പോകും മക്കളെ ക്യാൻസൽ ആയി പോകും. അപ്പോൾ ഈ കേസിലെ ഏരിയ എത്ര എന്ന് കിട്ടും മക്കളെ A/5 എന്ന് കിട്ടും. അപ്പോൾ രണ്ടാമത്തെ കേസിലെ ഏരിയ എത്ര എന്ന് കിട്ടും മക്കളെ A/5 എന്ന് പറയുന്നത് കിട്ടും. ഓക്കെ, അപ്പോൾ ലെങ്ത് 5 ടൈംസ് ആയാൽ ഏരിയ എന്താവും മക്കളെ 1/5 ടൈംസ് ആവും. ഓക്കെ, സോ ദാറ്റ്സ് ഈക്വൽ ടു 5 × 5 25 ആണ്. 25 ρl/a എന്നാ കിട്ടുന്നത്. ഓക്കെ, സോ ദാറ്റ്സ് ഈക്വൽ ടു 25 ρl/a എന്നാ കിട്ടുന്നത്. ρl/a എന്ന് പറയുന്ന 5 ആണ്. സോ ദാറ്റ്സ് ഈക്വൽ ടു 25 × 5 എന്ന് കിട്ടും. അപ്പോൾ 25 × 5 എന്ന് പറഞ്ഞാൽ 125 എന്ന് പറയുന്നത് കിട്ടും. ഓക്കെ, അപ്പോൾ 25 × 5 എന്ന് പറഞ്ഞാൽ എന്തെന്ന് കിട്ടും മക്കളെ 125 എന്ന് പറയുന്നത് കിട്ടും. കാര്യം മനസ്സിലായി എന്ന് വിചാരിക്കും, കുഴപ്പമില്ലല്ലോ. ഓക്കെ ആണല്ലോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ഇൻ ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് ഡസ് നോട്ട് ഡിപ്പെൻഡ്സ് ഓൺ ദ പവർ ഓഫ് ലൈറ്റ് സോഴ്സ്. ശരിയാണ് അല്ലേ. പവർ എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ, പവറിനെ ഡിപ്പെൻഡ് ഒന്നും ചെയ്യുന്നില്ല. സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ആരെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യത്തുള്ളൂ, ഫ്രീക്വൻസി ഓഫ് ഇൻസിഡന്റ് ഫോട്ടോൺ അല്ലെങ്കിൽ എനർജി ഓഫ് ഫോട്ടോണിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യത്തുള്ളൂ. ഫോർ എ ഗിവൺ മെറ്റൽ മാക്സിമം കൈനറ്റിക് എനർജി ഓഫ് ഫോട്ടോ ഇലക്ട്രോൺ ഡിപ്പെൻഡ്സ് ഓൺ വേവ് ലെങ്ത് ഓഫ് ഇൻസിഡന്റ് ലൈറ്റ്. ശരിയാണ്, മാക്സിമം കൈനറ്റിക് എനർജി പറ KE max എന്ന് പറഞ്ഞാൽ പറഞ്ഞേ hν - 5 ആണ് അല്ലെങ്കിൽ hc/λ - 5 ആണ് അല്ലേ. അപ്പോൾ KE max ആരെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് മക്കളെ, വേവ് ലെങ്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ KE max ആരെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് മക്കളെ, വേവ് ലെങ്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ KE max എന്ന് പറയുന്നത് വേവ് ലെങ്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. മക്കളെ ഇവിടെ ചെറിയൊരു സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ഇൻ ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് ഡസ് നോട്ട് ഡിപ്പെൻഡ് എന്നാണ് അല്ലേ. ഡസ് നോട്ട് ഡിപ്പെൻഡ് എന്നാണ്, സോറി ഞാൻ വിചാരിച്ച ഡിപ്പെൻസ് എന്നാണ്. ഡസ് നോട്ട് ഡിപ്പെൻസ്, അതെ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ആരെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യത്തുള്ളൂ മക്കളെ, KE maxനെ EV0 എന്ന് കൊടുക്കാം. അപ്പോൾ EV0 hν - 5 ആണ് അല്ലെങ്കിൽ എന്താ മക്കളെ hc/λ - 5 ആണ് അല്ലേ. അപ്പോൾ അത് ആരെ ഡിപ്പെൻഡ് ചെയ്യത്തില്ല, പവറിനെ ഡിപ്പെൻഡ് ചെയ്യത്തില്ല. ഡസ് നോട്ട് എന്നാ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഞാൻ ശ്രദ്ധിച്ചില്ല, ഡസ് നോട്ട് എന്നാ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് എന്താ മക്കളെ സ്റ്റേറ്റ്മെന്റ് 1 ശരിയാണ്, സ്റ്റേറ്റ്മെന്റ് 2 ശരിയാണ്. ബോത്ത് സ്റ്റേറ്റ്മെന്റ് 1 and statement 2 are correct. Both statement 1 and statement 2 are correct. അപ്പോൾ നമുക്ക് ഉറപ്പിക്കാം രണ്ട് സ്റ്റേറ്റ്മെന്റുകളും സ്റ്റേറ്റ്മെന്റ് 1ഉം സ്റ്റേറ്റ്മെന്റ് 2ഉം എന്താണെന്ന് ഉറപ്പിക്കാം മക്കളെ, കറക്റ്റ് ആണെന്ന് ഉറപ്പിക്കാം. ഫോഴ്സ് ആക്ടിംഗ് ഓൺ എവരി പ്ലാനറ്റ് റിവോൾവ്സ് അറൗണ്ട് ദ സൺ ഇൻ ആൻ എലിപ്റ്റിക്കൽ ഓർബിറ്റ്. ശരിയാണ്. The force acting on a planet is inversely proportional to square of distance from sun. ശരിയാണ് അല്ലേ. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ പ്രൊപ്പോർഷണൽ ടു 1/r² ആണ്. ഫോഴ്സ് ആക്ടിംഗ് ഓൺ എ പ്ലാനറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു പ്രോഡക്റ്റ് ഓഫ് മാസസ്. തെറ്റല്ലേ. ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ആണ് പ്രോഡക്റ്റ് ഓഫ് മാസസ്. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു അല്ല പ്രോഡക്റ്റ് ഓഫ് മാസസ്, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു. അല്ലേ പിള്ളേരെ, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താ, G(m1m2/r²) എന്നാണ്. അപ്പോൾ F പ്രൊപ്പോർഷണൽ ടു m1m2 ആണ്, F പ്രൊപ്പോർഷണൽ ടു 1/r² ആണ്. അപ്പോൾ മാസസിന്റെ പ്രോഡക്റ്റിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. അടുത്ത എന്താ പറഞ്ഞിരിക്കുന്നത്, സെൻട്രിപിറ്റൽ ഫോഴ്സ് ആക്ടിംഗ് ഓൺ ദ പ്ലാനറ്റ് ഈസ് ഡയറക്റ്റഡ് അവേ ഫ്രം ദ സൺ. അല്ല, സെൻട്രിപിറ്റൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ടുവാർഡ്സ് ദ സെന്റർ ആയിരിക്കും. സൺ ആണ് സെന്റർ, ഓർബിറ്റിന്റെ സെന്റർ സൺ ആണെങ്കിൽ ടുവാർഡ്സ് ദ സൺ ആയിരിക്കും, അവേ ഫ്രം ദ സൺ അല്ല.
Square of time period of revolution of planet around sun is directly proportional to cube of semi major axis. ശരിയല്ലേ മക്കളെ? ടി സ്ക്വയർ പ്രൊപ്പോർഷണൽ ടു എ ക്യൂബ് പഠിക്കുന്നതല്ലേ? ടി സ്ക്വയർ പ്രൊപ്പോർഷണൽ ടു എ ക്യൂബ് പഠിക്കുന്നതല്ലേ? അപ്പോൾ ഏതൊക്കെ വരും മക്കളെ? അപ്പോൾ ആൻസർ നോക്കുവാണെങ്കിൽ ഏതൊക്കെ വരും മക്കളെ? എ ആൻഡ് ഡി എന്ന് വരും. അപ്പോൾ ആൻസർ നോക്കുവാണെങ്കിൽ ആൻസർ എ ആൻഡ് ഡി എന്ന് വരും. മക്കളെ അടുത്ത നമ്മൾ സെക്ഷൻ ബിയിലോട്ട് കടക്കുവാണ്. എ കപ്പാസിറ്റർ ഹാസ് കപ്പാസിറ്റൻസ് 5 മൈക്രോഫാരഡ് വെൻ ഇറ്റ്സ് പാരലൽ ആൻഡ് സെപ്പറേറ്റഡ് ബൈ എയർ മീഡിയം ഓഫ് തിക്നെസ് ഡി. ഓക്കെ, അപ്പോൾ ഇവൻ്റെ കപ്പാസിറ്റൻസിൻ്റെ ഫോമുല പറഞ്ഞ മക്കളെ എയർ ആണെങ്കിൽ പറ. കപ്പാസിറ്റൻസിൻ്റെ ഫോമുല എപ്സിലോൺ 0 A/D ആണ്. ആണോ? അത് എത്രയാണെന്ന് ക്വസ്റ്റിനെ തന്നിട്ടുണ്ട് മക്കളെ? അത് ക്വസ്റ്റ്യനിൽ 5 മൈക്രോഫാരഡ് എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? എ സ്ലാബ് ഓഫ് മെറ്റീരിയൽ ഓഫ് ഡയലക്ട്രിക് കോൺസ്റ്റന്റ് 1.5. അപ്പോൾ ഒരു സ്ലാബ് ഉണ്ട്, ആ സ്ലാബിൻ്റെ മെറ്റീരിയലിൻ്റെ ഡയലക്ട്രിക് കോൺസ്റ്റന്റ് എന്ന് പറയുന്ന 1.5 ആണ്. ഹാവിംഗ് ഏരിയ ഈക്വൽ ടു ദാറ്റ് ഓഫ് പ്ലേറ്റ്സ് ബട്ട് തിക്നെസ് d/2 ഈസ് ഇൻസർട്ടഡ് ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ്. കപ്പാസിറ്റൻസ് ഓഫ് ദ കപ്പാസിറ്റർ ഇൻ ദ പ്രസൻസ് ഓഫ് സ്ലാബ്. ഇനി എന്താ മക്കളെ? ഇതിൻ്റെ ഇടയ്ക്ക് ഒരു സ്ലാബിനെ കൊണ്ടുവച്ചു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ആരെ കൊണ്ടുവച്ചു മക്കളെ? ഇതിൻ്റെ ഇടയ്ക്ക് ഒരു സ്ലാബിനെ കൊണ്ടുവച്ചു. പക്ഷേ ആ സ്ലാബിന് എത്ര തിക്നെസ്സേ ഉള്ളൂ മക്കളെ? ആ സ്ലാബ് കൺസിഡർ ചെയ്യുവാണെങ്കിൽ ആ സ്ലാബിന് തിക്നെസ് എത്രയേ ഉള്ളൂ? d/2 ഉള്ളൂ. ഓക്കെ, ഒപ്പം തന്നെ അവൻ്റെ ഡയലക്ട്രിക് കോൺസ്റ്റന്റ് തന്നിട്ടുണ്ട്. അവൻ്റെ ഡയലക്ട്രിക് കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് എത്ര മക്കളെ? 1.5 ആണ്. അപ്പോൾ അവൻ്റെ ഡയലക്ട്രിക് കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് 1.5 ആണ്. അങ്ങനെയാണെങ്കിൽ അവൻ്റെ കപ്പാസിറ്റൻസ് ഒന്ന് പറഞ്ഞേ മക്കളെ. അങ്ങനെയാണെങ്കിൽ അവൻ്റെ കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് എപ്സിലോൺ 0 A/D - T + T/K ആണ്. ഓക്കെ, അപ്പോൾ അവൻ്റെ കപ്പാസിറ്റൻസ് എന്ന് പറയുന്ന പറ മക്കളെ എപ്സിലോൺ 0 A/D - T + T/K എന്നാണ്. കേട്ടോ? അങ്ങനെയാണെങ്കിൽ ഇതിന് നമുക്ക് എന്തെഴുതാൻ പറ്റും മക്കളെ? പറ. അപ്പോൾ എപ്സിലോൺ 0 A/D - T. അവൻ്റെ തിക്നെസ് എത്ര മക്കളെ? അവൻ്റെ തിക്നെസ് d/2 ആണ് അല്ലേ? അവൻ്റെ തിക്നെസ് എത്ര മക്കളെ? അവൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് d/2 ആണ്. ഇനി എത്ര വരും? അഗെയിൻ അവൻ്റെ തിക്നെസ് എത്ര മക്കളെ? d/2 ആണ് അല്ലേ? ഇനി ആരുണ്ട്? കെ ഉണ്ട്. കെ എന്ന് പറയുന്നത് എത്ര മക്കളെ? കെ 1.5 ആണ്. 1.5 എന്ന് പറഞ്ഞാൽ 3/2 ആണ്. അപ്പോൾ 2 2 എന്ത് ചെയ്തു പോകും? ക്യാൻസൽ ചെയ്തു പോകും. അങ്ങനെയാണെങ്കിൽ അതെന്ന് പറയുന്നത് എപ്സിലോൺ 0 A/D - D/2 എത്ര മക്കളെ? d/2 ആണ് അല്ലേ? പ്ലസ് എന്താ മക്കളെ? d/3 എന്ന് വരും. കേട്ടോന്ന്? അങ്ങനെയാണെങ്കിൽ എപ്സിലോൺ 0 A/, പറ 3D + 2D 5D/6. അപ്പോൾ 6/5 ടൈംസ് എന്ന് വരും കേട്ടോ. അപ്പോൾ ഇത് മനസ്സിലായല്ലോ. അപ്പോൾ നമുക്കറിയാം 6/5 ഇൻറ്റു എന്തെന്ന് കിട്ടും മക്കളെ? എപ്സിലോൺ 0 A/D എന്ന് കിട്ടും. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തു വെച്ചിട്ടുണ്ട്. എപ്സിലോൺ 0 A/D എന്ന് പറഞ്ഞാൽ 5 മൈക്രോഫാരഡ് ആണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് 6/5 ഇൻറ്റു 5 മൈക്രോഫാരഡ് എന്ന് പറയുന്നത് കിട്ടും. അങ്ങനെയാണെങ്കിൽ 5 എന്ത് ചെയ്ത് പോകും മക്കളെ? ക്യാൻസൽ ആയി പോകും. അങ്ങനെയാണെങ്കിൽ ആൻസർ എത്ര കിട്ടും മക്കളെ? 6 മൈക്രോഫാരഡ് എന്ന് കിട്ടും. അപ്പോൾ ആൻസർ എത്ര കിട്ടും മക്കളെ? ആൻസർ എന്ന് പറയുന്നത് 6 മൈക്രോഫാരഡ് എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് 6 മൈക്രോഫാരഡ് എന്ന് പറയുന്നത് കിട്ടും. മനസ്സിലായെന്ന് വിചാരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ. എ ട്രെയിൻ ബ്ലോയിങ് എ വിസിൽ ഓഫ് ഫ്രീക്വൻസി 320 Hz approaches a observer standing on the platform at a speed 66 m/s. Frequency observed by the observer. അപ്പോൾ ഫോർമുല പറഞ്ഞേ മക്കളെ. ന്യൂ ഡാഷ്. ഫ്രീക്വൻസി ഒബ്സർവ്ഡ് ബൈ ദ ഒബ്സർവർ എന്ന് പറഞ്ഞാൽ ന്യൂ ഡാഷ് ആണ് അല്ലേ? സോ വി പ്ലസ് ഓർ മൈനസ് VS ഇൻറ്റു എന്താ മക്കളെ ഫോർമുല? ഇൻറ്റു ന്യൂ എന്നാണ് ഫോർമുല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ന്യൂ ഡാഷ് ഈസ് ഈക്വൽ ടു പറ മക്കളെ. അങ്ങനെയാണെങ്കിൽ ന്യൂ ഡാഷ് ഈസ് ഈക്വൽ ടു പറ വി എന്ന് പറഞ്ഞാൽ സ്പീഡ് ഓഫ് സൗണ്ട് ആണ്. സ്പീഡ് ഓഫ് സൗണ്ട് എത്ര മക്കളെ? 330 ആണോ? ലിസണർ ഇവിടെ എന്താ? ഒബ്സർവർ റെസ്റ്റിലാണ് മക്കളെ. ഒബ്സർവർ എന്തിലാ മക്കളെ? ഒബ്സർവർ റെസ്റ്റിലാണ്. സ്റ്റാൻഡിങ് ഒബ്സർവർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒബ്സർവർ റെസ്റ്റിലാണ്. ബൈ വി അഗെയിൻ എത്ര മക്കളെ? 330 അല്ലേ? പ്ലസ് ആണോ മൈനസ് ആണോ? ട്രെയിൻ സോഴ്സ് അപ്രോച്ചിങ് ആണ് അല്ലേ? അപ്പോൾ എന്ത് കൊടുക്കണം? മൈനസ് കൊടുക്കണം. VS എത്ര വരും മക്കളെ? 66 അല്ലേ? എന്ന് അവൻ്റെ ഫ്രീക്വൻസി എത്ര മക്കളെ? അവൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 320. അവൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് എത്ര മക്കളെ? അവൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 320. കാര്യം പിടി കിട്ടിയല്ലോ. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ന്യൂ ഡാഷ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ആൻ ഒബ്ജക്റ്റ് ഈസ് പ്ലേസ്ഡ് ഓൺ ദ പ്രിൻസിപ്പൽ ആക്സിസ് ഓഫ് എ കോൺവെക്സ് ലെൻസ് ഓഫ് ഫോക്കൽ ലെങ്ത് 10 cm. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ മക്കളെ? ഇവൻ്റെ ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് എത്ര മക്കളെ? ഇവൻ്റെ ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് 10 cm.
ഓക്കെ, അപ്പോൾ ഈ ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത് 10 സെൻറ്റിമീറ്റർ. എ പ്ലെയിൻ മിറർ ഈസ് പ്ലേസ്ഡ് ഓൺ ദ അതർ സൈഡ് ഓഫ് ലെൻസ് അറ്റ് എ ഡിസ്റ്റൻസ് 20 സെൻറ്റിമീറ്റർ. അറ്റ് എ ഡിസ്റ്റൻസ് 20 സെൻറ്റിമീറ്റർ. ഇമേജ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ പ്ലെയിൻ മിറർ ഈസ് 5 സെൻറ്റിമീറ്റർ ഇൻസൈഡ് ദ മിറർ. ഇമേജ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ പ്ലെയിൻ മിറർ ഈസ് 5 സെൻറ്റിമീറ്റർ ഇൻസൈഡ് ദ മിറർ. ദ ഡിസ്റ്റൻസ് ഓഫ് ഒബ്ജക്റ്റ് ഫ്രം ദ ലെൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഒബ്ജക്റ്റിൽ നിന്ന് ഒരു റേ ഇവിടെ നിന്ന് പോകുന്നു നമുക്ക് അസ്യൂം ചെയ്യാം. കേട്ടോ, ഒബ്ജക്റ്റിൽ നിന്ന് മറ്റൊരു റേ ഇങ്ങനെ പോയി അല്ലേ, ഈ 2 റേസ് ഇവിടെ പോയി കൂട്ടിമുട്ടുമായിരുന്നു. അപ്പോൾ ഈ 2 റേസും ഇവിടെ പോയി എന്ത് ചെയ്യുമായിരുന്നു മക്കളെ, കൂട്ടിമുട്ടുമായിരുന്നു. അപ്പോൾ ഇവിടെ എന്തുണ്ടാവും, ഇവിടെ ലെൻസിൻ്റെ ഇമേജ് ഉണ്ടാകും. ഇവിടെ ആരുടെ ഇമേജ് ഉണ്ടാവും, ലെൻസിൻ്റെ ഇമേജ് ഉണ്ടാവും. അപ്പോൾ ആ റേ അവിടെ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, സ്റ്റോപ്പ് ചെയ്യുന്നില്ല. ആ റേ അവിടെ നിന്ന് എന്ത് ചെയ്യുന്നു മക്കളെ, ആ റേ അവിടെ നിന്ന് കണ്ടിന്യൂ ചെയ്യുന്നു. ആണോ, ആ റേ അവിടെ നിന്ന് എന്ത് ചെയ്യുന്നു മക്കളെ, ആ റേ എന്ന് പറയുന്നത് അവിടെ നിന്ന് കണ്ടിന്യൂ ചെയ്യും. ഓക്കെ, അപ്പോൾ ആ റേ അവിടെ നിന്ന് കണ്ടിന്യൂ ചെയ്ത് വീണ്ടും എന്ത് ചെയ്യും മക്കളെ, വീണ്ടും ഇങ്ങോട്ടേക്ക് റിഫ്ലക്റ്റ് ചെയ്യും. ആണോ, നേരെ പോയ റേ, നോർമലായിട്ട് പോയ റേ ഇവിടെ നിന്ന് റിഫ്ലക്റ്റ് ചെയ്യും. ആണോ, ഈ റേ ഇവിടെ നിന്ന് റിഫ്ലക്റ്റ് ചെയ്യും. ആണോ, സോ നമുക്ക് എന്ത് പറയാം, ദേ അപ്പിയേഴ്സ് ടു മീറ്റ് അറ്റ് വിച്ച് പോയിന്റ്. ഇതാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. മിററിൻ്റെ അകത്താണ് എത്ര മക്കളെ, അപ്പോൾ ഇവിടെയാണ് മിററിൻ്റെ ഇമേജ് ഉണ്ടാവും. ഓക്കെ, ഇതാണ് ആരുടെ ഇമേജ് മക്കളെ, പ്ലെയിൻ മിററിൻ്റെ ഇമേജ് എന്ന് പറയുന്നത്. അപ്പോൾ അത് എത്രയാണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് മക്കളെ, ഇത് മിററിൻ്റെ അകത്ത് 5 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അത് മിററിൻ്റെ അകത്ത് എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട് മക്കളെ, 5 സെൻറ്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ ഇതും എത്ര മക്കളെ, ഇതും എത്ര ആയിരിക്കും, 5 സെൻറ്റിമീറ്റർ ആയിരിക്കും. കാര്യം ഇതാണ് ആരായിട്ട് ആക്ട് ചെയ്യുന്നത്, പ്ലെയിൻ മിററിൻ്റെ ഒബ്ജക്റ്റായിട്ട് ആക്ട് ചെയ്യുന്ന ഇതാണ്. അപ്പോൾ പ്ലെയിൻ മിററിൻ്റെ ഒബ്ജക്റ്റായിട്ട് ആക്ട് ചെയ്യുന്ന ഇതാണ്. ഓക്കെ, അപ്പോൾ പ്ലെയിൻ മിററിൻ്റെ ഇമേജ് ലെൻസിൻ്റെ അകത്ത് 5 സെൻറ്റിമീറ്റർ ആണെങ്കിൽ പ്ലെയിൻ മിററിൻ്റെ ഒബ്ജക്റ്റ് ഇപ്പുറത്ത് എത്ര സെൻറ്റിമീറ്റർ ആയിരിക്കും മക്കളെ, 5 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതെത്ര വരും മക്കളെ, അങ്ങനെയാണെങ്കിൽ ഇതെത്ര വരും മക്കളെ, ഇത് മൊത്തം 20 ആണ്. അപ്പോൾ ഇവിടെ 5 പോയാൽ ഇവിടെ എത്ര കിട്ടും മക്കളെ, 15 കിട്ടും. ആണോ, അപ്പോൾ വി എന്ന് പറയുന്ന 15 ആണ്, ഫോക്കൽ ലെങ്ത് 10 ആണ്, യു ആണ് വേണ്ടത്. പറ മക്കളെ, ഫോർമുല പറ. 1/v മൈനസ് 1/u ഈസ് ഈക്വൽ ടു എന്തെന്ന് കിട്ടും, 1/f എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ വി എത്രയാണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു, ലെൻസിൻ്റെ ഇമേജ് ആണിത്, ലെൻസിൻ്റെ ഇമേജ് ആണിത്. അതെത്രയാണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു, 15 അല്ലേ. അപ്പോൾ 1/v എന്ന് പറയുന്ന 15 ആണ്, മൈനസ് 1/u അറിയത്തില്ല. കോൺവെക്സ് ലെൻസ് ആയതുകൊണ്ട് ഫോക്കൽ ലെങ്ത് എന്ത് തന്നെയാണ്, പോസിറ്റീവ് തന്നെയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 1/15 മൈനസ് 1/10 ഈസ് ഈക്വൽ ടു എന്തെന്ന് കിട്ടും മക്കളെ, 1/u എന്ന് കിട്ടും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇത് എത്രയാണെന്ന് കിട്ടും മക്കളെ, ഇത് 30 എന്ന് പറയുന്നത് കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ എത്ര വരും, 2, ഇവിടെ എത്ര വരും മക്കളെ, 3. സോ ദാറ്റ്സ് ഈക്വൽ ടു എത്രയാണെന്ന് കിട്ടും, 1/u എന്ന് കിട്ടും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ യു എന്ന് പറയുന്നത് ചെയ്ത് നോക്കുകയാണെങ്കിൽ യു എന്ന് പറയുന്നത് -30 എന്ന് കിട്ടും. നിങ്ങൾ മാഗ്നിറ്റ്യൂഡ് മാത്രം എടുത്ത് എഴുതിയാൽ മതി. കേട്ടോ, യു എന്ന് പറയുന്നത് -30 ആണ്. അപ്പോൾ മാഗ്നിറ്റ്യൂഡ് മാത്രം എടുത്ത് എഴുതിയാൽ മതി. മാഗ്നിറ്റ്യൂഡ് എഴുതിയാൽ ആൻസർ വിൽ ബി വാട്ട്, ആൻസർ വിൽ ബി 30 സെൻറ്റിമീറ്റർ. ആൻസർ വിൽ ബി വാട്ട്, ആൻസർ വിൽ ബി 30 സെൻറ്റിമീറ്റർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ 2. ലോങ് പാരലൽ വയേഴ്സ് ക്യാരിയിങ് കറണ്ട് 8 ആംപിയർ and 15 ampere in opposite directions are placed at a distance of 7 centimeter from each other. Point P is at a equidistance from both wires such that line joining point P to the wires are perpendicular to each other. Okay, അപ്പോൾ ഇത് ഇങ്ങനെ എടുക്കണമെങ്കിൽ മക്കളെ, അപ്പോൾ 2 വയറുണ്ട്. ഫസ്റ്റ് വയറിൽ കറണ്ട് അകത്തോട്ടെന്ന് എടുക്കാം, സെക്കൻഡ് വയറിൽ കറണ്ട് പുറത്തോട്ടെന്ന് എടുക്കാം. എടാ കേട്ടോ, അവർക്കിടയ്ക്കുള്ള ദൂരം എന്ന് പറയുന്നത്, അവർക്കിടയ്ക്കുള്ള ദൂരം എന്ന് പറയുന്നത് എന്താ മക്കളെ, 2 long wires carrying current 8 ampere and 15 ampere in opposite directions are placed at a distance 7 centimeter. Okay, are placed at a distance എത്ര മക്കളെ, 7 centimeter. A point P is at equidistance from both the wires such that line joining from P to the wires are perpendicular to each other. പറവക്കളെ, അപ്പോൾ ഈ ദൂരമാണ് ആരെന്ന് പറയുന്നത്, ഈ ദൂരമാണ് 7 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്. എടാ, ഞാൻ കണ്ടക്ടർ വരച്ചിരിക്കുന്നത് എങ്ങനെയെന്ന് പറഞ്ഞാൽ, ഇവിടെ കറണ്ട് അകത്തോട്ട്, ഇവിടെ കറണ്ട് എങ്ങോട്ടാണ് മക്കളെ, പുറത്തോട്ട്. ഇതാണ് കണ്ടക്ടർ ഇങ്ങനെയാണ് പോയിരിക്കുന്നത്, ഇവിടെ കണ്ടക്ടർ ഇങ്ങനെയാണ് പോയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ കറണ്ട് അകത്തോട്ടാണ്, ഇവിടെ കറണ്ട് എങ്ങോട്ടാണ് മക്കളെ, പുറത്തേക്കാണ്. അപ്പോൾ ആ 2 കണ്ടക്ടേഴ്സിനും ഇടയ്ക്കുള്ള ദൂരം എത്ര മക്കളെ, 7 സെൻറ്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ പോയിന്റിൽ നിന്ന് ദാ ഈ വയറിലേക്ക് ഒരു ലൈൻ വരയ്ക്കുന്നു, ഈ പോയിന്റിൽ നിന്ന് ദാ ഈ വയറിലേക്ക് ഒരു ലൈൻ വരയ്ക്കുന്നു. അത് രണ്ടും എന്താവണമെന്നാണ് മക്കളെ പറഞ്ഞിരിക്കുന്നത്, ആ 2 ലൈൻസും പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ ആവണം. ഓക്കെ, ആ 2 ലൈൻസും എന്താകണം മക്കളെ, പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ ആണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എങ്ങനെ ഇങ്ങനെ കറക്റ്റായിട്ട് വരച്ചത്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതി വരയ്ക്കാം മക്കളെ, നോ പ്രോബ്ലം. അപ്പോൾ ഒരു കണ്ടക്ടർ ദാ ഇങ്ങനെ ഇരിക്കുന്നു അല്ലേ, മറ്റേ കണ്ടക്ടർ ദാ ഇങ്ങനെ ഇരിക്കുന്നു. കാര്യം മീനിങ് എന്താ, അപ്പോൾ ഇവിടെ കറണ്ട് അകത്തോട്ടാണ്, ഇവിടെ കറണ്ട് എങ്ങോട്ടാണ് മക്കളെ, പുറത്തേക്കാണ്. ഓക്കെ, ഈ 2 കണ്ടക്ടേഴ്സിനും ഇടയ്ക്കുള്ള ദൂരമാണ്, ആരെന്ന് പറയുന്ന മക്കളെ, 7 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത്. ഇനി ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്, ഇവിടെ ആരുണ്ടെന്ന് അസ്യൂം ചെയ്യുക, ഒരു പോയിന്റ് ഉണ്ട്. അപ്പോൾ ഈ പോയിന്റിൽ നിന്ന് ഈ വയറിലേക്ക് ഒരു ലൈൻ വരച്ചാലും ഈ വയറിലേക്ക് ലൈൻ വരച്ചാലും
ആ രണ്ട് ലൈൻസും പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ ആണ്. ഒപ്പം തന്നെ ദേ ആർ ഇക്യൂ ഡിസ്റ്റൻ്റ് ആണ്. ഓക്കെ, ഇക്യൂ ഡിസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ ഈ ദൂരം 6 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ദൂരം എത്ര തന്നെയാണ് മക്കളെ? 6 ആണ്. അങ്ങനെയാണെങ്കിൽ അവരെന്താ ചോദിച്ചിരിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് പോയിന്റ് പി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കേട്ടോ, അപ്പോൾ മാഗ്നിറ്റ്യൂഡ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് പോയിന്റ് പി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് പറ മക്കളെ. ഇവൻ ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് 1 എന്ന് പറയുന്നത് കൊടുക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അപ്പോൾ എന്ത് കിട്ടും? ഫസ്റ്റ് 1 ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് 1 എന്ന് പറയുന്നത് കൊടുക്കാം. അപ്പോൾ ഒരു ഇൻഫൈനൈറ്റ്ലി ലോങ് വയർ ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് പറഞ്ഞേ ഫോർമുല μ0 I/2πr അല്ലേ? എന്താ മക്കളെ ഫോർമുല? μ0 I/2πr. അതേ കണക്ക് ഇവൻ അവിടെ ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത്, അപ്പോൾ അവിടെ ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് B2 എന്ന് കൊടുക്കാം. അതും എത്ര തന്നെയാണ് മക്കളെ? അതിൻ്റെയും ഫോർമുല μ0 I/ ഡിസ്റ്റൻസ് എത്ര തന്നെയാണ്? 2πr തന്നെയാണ്. ആണോ? പക്ഷേ ഇവിടെ കൂടെ പാസ് ചെയ്യുന്ന കറണ്ട് I1 എന്ന് കൊടുക്കാം. ഇവിടെ കൂടെ പാസ് ചെയ്യുന്ന കറണ്ട് എന്തെന്ന് കൊടുക്കാം മക്കളെ? I2 എന്ന് പറയുന്നത് കൊടുക്കാം. ഓക്കെ ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയായിരിക്കും മക്കളെ? നിങ്ങൾക്കറിയാം, ഒരു കണ്ടക്ടറിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് എന്തിലാണ് മക്കളെ? സർക്കിളിലായിട്ടാണ് അല്ലേ? അപ്പോൾ ഇവിടെ എന്താ മക്കളെ? റേഡിയസിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ്. ഓക്കെ, അപ്പോൾ B2 എങ്ങോട്ടായിരിക്കും മക്കളെ? B2 എന്ന് പറയുന്നത് ഇങ്ങോട്ടായിരിക്കും. ആണോ എന്നാ? റേഡിയസിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും. മാഗ്നറ്റിക് ഫീൽഡ് ഔട്ട്വേർഡ് അല്ലേ മക്കളെ? മാഗ്നറ്റിക് ഫീൽഡ് ഔട്ട്വേർഡ് ആണെങ്കിൽ എന്താ മക്കളെ? ഇവിടെ സർക്കിൾ ആയിട്ടാണ് മാഗ്നറ്റിക് ഫീൽഡ് വരുന്നത്. അപ്പോൾ ഇവിടെ ടാൻജൻഷ്യൽ ആയിട്ടായിരിക്കും. അപ്പോൾ B2 ഇങ്ങോട്ടായിരിക്കും. അതാണെങ്കിൽ ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റു ദ പ്ലെയിൻ ആണ്. ഇൻറ്റു ദ പ്ലെയിൻ ആകുമ്പോൾ ഇങ്ങനെയാണ് സർക്കിൾ വരുന്നത്. ആണോ? അപ്പോൾ അവിടെയും എന്തായിരിക്കും മക്കളെ? മാഗ്നറ്റിക് ഫീൽഡ് ടാൻജൻഷ്യൽ ആയിട്ടായിരിക്കും. അപ്പോൾ അവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് ഇങ്ങോട്ടായിരിക്കും. അപ്പോൾ ഈ രണ്ട് മാഗ്നറ്റിക് ഫീൽഡുകളും എന്താ മക്കളെ? ഈ രണ്ട് മാഗ്നറ്റിക് ഫീൽഡുകളും പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ ആണ്. ഈ രണ്ട് മാഗ്നറ്റിക് ഫീൽഡുകളും പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇവിടെ ഒരു കണ്ടക്ടർ ഇരിപ്പുണ്ട് അല്ലേ? ഇവിടെ ഒരു കണ്ടക്ടർ ഇരിപ്പുണ്ടെങ്കിൽ പറ മക്കളെ, അതിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് എന്ത് ഷേപ്പിലായിരിക്കും? സർക്കുലർ ഷേപ്പിലായിരിക്കും. അപ്പോൾ അവൻ്റെ ഏകദേശം ഇവിടെയല്ലേ മക്കളെ പോയിന്റ് വരുന്നത്? അവൻ്റെ ഏകദേശം ഇവിടെയല്ലേ മക്കളെ പോയിന്റ് വരുന്നത്? അപ്പോൾ ആ പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് നമുക്ക് B2 എന്ന് കൊടുക്കാം അല്ലേ? അത് ആ റേഡിയസിന് എന്തായിരിക്കും മക്കളെ? പെർപെൻഡിക്കുലർ ആയിരിക്കും. ആണോ? അതേ കണക്ക് ഇവൻ്റെ നോക്കിയ മക്കളെ, ഇവൻ്റെ കറണ്ട് എന്ന് പറയുന്നത് ഇൻറ്റു ദ പ്ലെയിൻ ആണ്. ആണോ? ഇവൻ്റെ കറണ്ട് എന്ന് പറയുന്നത് ഇൻറ്റു ദ പ്ലെയിൻ ആണ്. അപ്പോൾ അവിടെ എന്താ മക്കളെ? സർക്കുലർ ഷേപ്പിലാണ് മാഗ്നറ്റിക് ഫീൽഡ് വരുന്നത് അല്ലേ? അപ്പോൾ ഇവൻ്റെ ഇതാ ഇവിടെയല്ലേ പോയിന്റ്? ഇവൻ്റെ ഇതാ ഇവിടെയല്ലേ പോയിന്റ്? അപ്പോൾ ഈ കണ്ടക്ടറിൻ്റെ ഇവിടെയല്ലേ മക്കളെ ഏകദേശം പോയിന്റ് വരുന്നത് അല്ലേ? അപ്പോൾ എന്ത് പറ്റും? അവിടെ എന്താ മക്കളെ? അവിടെ ടാൻജൻഷ്യൽ വരച്ചാൽ മതി. ടാൻജൻ്റ് എന്ന് പറഞ്ഞാൽ ഇതിനെന്തായിരിക്കും മക്കളെ? പെർപെൻഡിക്കുലർ ആയിരിക്കും. അപ്പോൾ ഇതാണ് ആരെന്ന് പറയുന്ന മക്കളെ? B1. അപ്പോൾ അത് രണ്ടും പെർപെൻഡിക്കുലർ ആയിട്ടുള്ള സ്ഥിതിക്ക് നെറ്റ് മാഗ്നറ്റിക് ഫീൽഡ് പറ മക്കളെ. നെറ്റ് മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ദാറ്റ് പോയിന്റ് എന്ന് പറയുന്നത് √B1² + B2² ആണ്. അപ്പോൾ അത് രണ്ടും പെർപെൻഡിക്കുലർ ആയിട്ടുള്ള സ്ഥിതിക്ക് നെറ്റ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്ന പറ മക്കളെ √B1² + B2² ആണ്. അപ്പോൾ എല്ലാത്തിലും കോമൺ ആയിട്ട് ആരുണ്ട് മക്കളെ? μ0/2πr ഉണ്ട്. എല്ലാത്തിലും കോമൺ ആയിട്ട് μ0/2πr ഉണ്ട്. ബാക്കി എന്ത് വരും മക്കളെ? ഓക്കെ, അപ്പോൾ I1 ക്വസ്റ്റിനെ തന്നിട്ടുണ്ട്. I1 എത്രയാണെന്ന് തന്നിട്ടുണ്ട് മക്കളെ? 8 ആംപിയർ. I2 എത്രയാണെന്ന് തന്നിട്ടുണ്ട് മക്കളെ? 15 ആംപിയർ. ഇട്ട് കൊടുക്കാമല്ലോ. ആരെങ്ങനെ കണ്ടുപിടിക്കാം? എന്താ നോക്കി, ഇത് റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ അല്ലേ മക്കളെ? അപ്പോൾ നമുക്ക് എന്തെഴുതാം? R² + R² അല്ലേ? 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് കിടക്കുന്നതാണ് ആര്? ഹൈപ്പോട്ടന്യൂസ്. 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് കിടക്കുന്നതാണ് ആര്? ഹൈപ്പോട്ടന്യൂസ്. അപ്പോൾ ഇത് ആറാണ്, ഇത് ആറാണ്. അപ്പോൾ എന്ത് മക്കളെ? R² + R² = എന്താ? 7 സെൻറ്റിമീറ്റർ. സോറി, 7ന്റെ സ്ക്വയർ എത്ര മക്കളെ? 49 സെൻറ്റിമീറ്റർ² അല്ലേ? അപ്പോൾ 2R² എത്രയാണെന്ന് കിട്ടും മക്കളെ? 49. അപ്പോൾ R² എത്ര മക്കളെ? 49/2. അപ്പോൾ R എത്ര മക്കളെ? R എന്ന് പറഞ്ഞാൽ 7/√2 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. എടാ കേട്ടോ, അപ്പോൾ R എന്ന് പറഞ്ഞാൽ എത്രയാണെന്ന് കിട്ടും മക്കളെ? R എന്ന് പറഞ്ഞാൽ 7/√2 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് വാല്യൂ എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ √2 അവർ പറഞ്ഞിട്ടുണ്ട്, √2 1.4 ആയിട്ട് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. വാല്യൂ എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ, എ സ്പെറിക്കൽ ഡ്രോപ്പ് ഓഫ് ലിക്വിഡ് സ്പ്ലിറ്റ് ഇൻറ്റു 1000 ഐഡന്റിക്കൽ സ്പെറിക്കൽ ഡ്രോപ്പ്. If Ui is the initial surface energy of the original drop, Uf is the total surface energy of the resulting drop, then Uf/Ui 10/x ആണ്. അപ്പോൾ ആദ്യം എന്താ മക്കളെ? ആദ്യം ഒരു ഡ്രോപ്പാണ് അല്ലേ? അപ്പോൾ ഒരു ഡ്രോപ്പിൻ്റെ റേഡിയസ് എത്ര മക്കളെ? R ആണോ? എന്നാൽ പറ മക്കളെ അവിടുത്തെ സർഫസ് എനർജി. അപ്പോൾ ഇനിഷ്യലി ഉള്ള സർഫസ് എനർജി പറഞ്ഞേ മക്കളെ. അപ്പോൾ ഇനിഷ്യലി ഉള്ള സർഫസ് എനർജി എന്ന് പറഞ്ഞാൽ T × ഏരിയ. അപ്പോൾ T × എന്തെന്ന് കൊടുക്കാം മക്കളെ? 4πr² എന്ന് കൊടുക്കും അല്ലേ? T × എന്തെന്ന് കൊടുക്കാം മക്കളെ? 4πr² എന്ന് കൊടുക്കും. ഇനി അതെന്തായിട്ട് മാറി മക്കളെ? കുറേ കുഞ്ഞു ഡ്രോപ്സ് ആയിട്ട് മാറി ആണോ? കുഞ്ഞു ഡ്രോപ്സ് ആയിട്ട് മാറി. എത്ര കുഞ്ഞു ഡ്രോപ്സ് ആയിട്ട് മാറി? 1000 കുഞ്ഞു ഡ്രോപ്സ് ആയിട്ട് മാറി
അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ഫൈനൽ സർഫസ് എനർജി പറ മക്കളെ, ടി ഇൻറ്റു ഏരിയ ആണ് അല്ലേ? സർഫസ് എനർജി എന്ന് പറയുന്നത് ടി ഇൻറ്റു ഏരിയ ആണ് കേട്ടോ. അപ്പോൾ ടി ഇൻറ്റു ഏരിയ പറ മക്കളെ. ഒരു കുഞ്ഞു ഡ്രോപ്പിൻ്റെ ഏരിയ 4πr², അല്ലേ? ഒരു കുഞ്ഞു ഡ്രോപ്പിൻ്റെ ഏരിയ എത്ര മക്കളെ? ഒരു കുഞ്ഞു ഡ്രോപ്പിൻ്റെ ഏരിയ 4πr². അത് കണക്ക് എത്ര ഡ്രോപ്പ് ഉണ്ട് മക്കളെ? അത് കണക്ക് 1000 ഡ്രോപ്സ് ഉണ്ട് അല്ലേ? ഇനി നമുക്ക് ക്യാപിറ്റൽ ആറും സ്മോൾ ആറും തമ്മിലൊരു റിലേഷൻ വേണം. ക്യാപിറ്റൽ ആറും സ്മോൾ ആറും തമ്മിലൊരു റിലേഷൻ വേണം. അപ്പോൾ നമുക്കറിയാം ഈ പ്രോസസ്സിൽ എന്ത് കോൺസ്റ്റന്റ് ആയിരിക്കും മക്കളെ? വോളിയം കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പോൾ ഈ പ്രോസസ്സിൽ എന്ത് കോൺസ്റ്റന്റ് ആയിരിക്കും മക്കളെ? വോളിയം കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പോൾ ഇവിടുത്തെ വോളിയം എത്ര മക്കളെ? ഇവിടുത്തെ വോളിയം 4/3πr³. ഈ കുഞ്ഞു ഡ്രോപ്പിന്റെ വോളിയം എത്ര മക്കളെ? 4/3π സ്മോൾ r³. പക്ഷേ അത് കണക്ക് എത്ര ഡ്രോപ്പ് ഉണ്ട് പിള്ളേരെ? 1000 ഡ്രോപ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ വോളിയം ഈസ് ഈക്വൽ ടു ഇവന്മാരുടെ വോളിയം ആയിരിക്കും. വോളിയം കൺസേർഡ് ആയിരിക്കും. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിലെല്ലാം ആര് കൺസേർഡ് ആയിരിക്കും മക്കളെ? വോളിയം കൺസേർഡ് ആയിരിക്കും. അപ്പോൾ ഇവന്റെ വോളിയം ഈസ് ഈക്വൽ ടു 1000 ഇൻറ്റു ഇവന്റെ വോളിയം ആയിരിക്കും. അപ്പോൾ അതിനെ നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. അപ്പോൾ ആര് കട്ടായി പോകും മക്കളെ? അപ്പോൾ ഡെഫിനറ്റ്ലി 4/3π ക്യാൻസൽ ആയി പോകും അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? r³ എന്ന് പറയുന്നത് പറയല്ലേ, r³ എന്ന് പറയുന്നത് 1000 r³ ആണ് അല്ലേ? അപ്പോൾ അതിന്റെ ക്യൂബ് റൂട്ട് എടുത്താൽ r³ ക്യൂബ് റൂട്ട് എന്ന് പറയുന്ന 6 ആണ്. 1000 ക്യൂബ് റൂട്ട് 10 ആണ്. ഓക്കെ, അപ്പോൾ 10r എന്ന് പറയുന്നത് കിട്ടും. അപ്പോൾ r എന്ന് പറയുന്ന എത്രയാണെന്ന് കിട്ടും മക്കളെ? r എന്ന് പറയുന്ന 10r എന്ന് പറയുന്നത് കിട്ടും. ഓക്കെ, അപ്പോൾ അവരെന്താ ചോദിച്ചിരിക്കുന്നത്? അവർ ചോദിച്ചിരിക്കുന്നത് UI/UF ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? അപ്പോൾ അവർ ചോദിച്ചിരിക്കുന്നത് UI/UF ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇനിഷ്യൽ എനർജി പറ മക്കളെ. ഇനിഷ്യൽ എനർജി എന്ന് പറയുന്നത് T × 4πr² ആണ്. അപ്പോൾ ഇനിഷ്യൽ എനർജി എന്ന് പറയുന്നത് T × 4πr² ആണ്. ഫൈനൽ എനർജി പറ T × 4π സ്മോൾ ആർ എത്ര മക്കളെ? ഇനി ക്യാപിറ്റൽ ആറിന് എന്ത് കൊടുക്കാം മക്കളെ? 10r എന്ന് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ ക്യാപിറ്റൽ ആറിന് സ്ക്വയറിന് എന്തെന്ന് കൊടുക്കാം മക്കളെ? ക്യാപിറ്റൽ ആറിന്റെ സ്ക്വയറിന് 100r² എന്ന് കൊടുക്കാം അല്ലേ? ക്യാപിറ്റൽ ആറിന് 10r എന്ന് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ ക്യാപിറ്റൽ ആറിന്റെ സ്ക്വയറിന് എന്തെന്ന് കൊടുക്കാം മക്കളെ? 100r² എന്ന് കൊടുക്കാം കേട്ടോ. അങ്ങനെയാണെങ്കിൽ ആരൊക്കെ ക്യാൻസൽ ആയി പോവും? അങ്ങനെയാണെങ്കിൽ ടി ക്യാൻസൽ ആയി പോവും. 4π ക്യാൻസൽ ആയി പോവും. r² ക്യാൻസൽ ആയി പോവും. 2 0 എന്ത് ചെയ്തു പോവും? ക്യാൻസൽ ആയി പോവും. അങ്ങനെയാണെങ്കിൽ UI/UF എന്ന് പറയുന്നത് എത്രയാണെന്ന് കിട്ടും മക്കളെ? 1/10 എന്ന് കിട്ടും. അപ്പോൾ അവർ 10/x എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് 10/100 എന്ന് എഴുതാം അല്ലേ? അപ്പോൾ എക്സിന്റെ സ്ഥാനത്ത് എത്ര മക്കളെ കിടക്കുന്നത്? 100 ആ കിടക്കുന്നേ. അപ്പോൾ എക്സിന്റെ സ്ഥാനത്ത് എത്ര മക്കളെ കിടക്കുന്നത്? 100 ആ കിടക്കുന്നേ. കാര്യം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. A body of mass 1 kg collides heads on elastically with a stationary body of mass 3 kg. മക്കളെ, അപ്പോൾ ഇതൊരു ബോഡി. The smaller body reverses its direction of motion and moves with a speed of 2 meters per second. Initial speed of the smaller body before collision. അല്ലേ? പറയല്ലേ, ഇത് ചെന്ന് ഇടിച്ചോ? ആണോ? ഇടിച്ചിട്ട് എന്ത് പറ്റും? സ്മാളർ ബോഡി റിവേഴ്സസ് ഇറ്റ്സ് ഡയറക്ഷൻ എന്നാ പറഞ്ഞിരിക്കും അല്ലേ? അപ്പോൾ സ്മാളർ ബോഡി എന്ന് പറഞ്ഞാൽ 1 kg മാസുള്ള ബോഡി റിവേഴ്സ് ഡയറക്ഷനിൽ പോകുന്നു. എത്ര സ്പീഡിൽ മക്കളെ? 2 meters per second സ്പീഡിൽ അല്ലേ? അങ്ങനെയാണെങ്കിൽ ലാർജർ ബോഡി എത്ര സ്പീഡിലാണ് പോകുന്നതെന്ന് പറഞ്ഞിട്ടില്ല. ലാർജർ ബോഡി നമുക്കൊരു v സ്പീഡിലാണ് പോകുന്നതെന്ന് അസ്യൂം ചെയ്യാം. ലാർജർ ബോഡി നമുക്കൊരു v സ്പീഡിലാണ് പോകുന്നതെന്ന് അസ്യൂം ചെയ്യാം. കുഴപ്പമില്ലല്ലോ. ലാർജർ ബോഡി നമുക്ക് എത്ര സ്പീഡിലാണ് പോകുന്നതെന്ന് അസ്യൂം ചെയ്യാം മക്കളെ? v സ്പീഡിലാണ് പോകുന്നതെന്ന് അസ്യൂം ചെയ്യാം. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ ഇവന്റെ ഇനിഷ്യൽ സ്പീഡ് എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. ഇവന്റെ ഇനിഷ്യൽ സ്പീഡ് u എന്ന് കൊടുക്കാം. u എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്? എ ബോഡി ഓഫ് മാസ് 1 kg കൊളൈഡ്സ് ഹെഡ് ഓൺ ഇലാസ്റ്റിക് കൊളിഷൻ വിത്ത് എ സ്റ്റേഷനറി ബോഡി ഓഫ് മാസ് 3 kg. After collision, smaller body reverses its directions of motion and moves with a speed 2 meters per second. Initial speed of the smaller body before collision. പിടികിട്ടിയോ? ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് അപ്ലൈ ചെയ്യാം മക്കളെ? മൊമെന്റം കൺസർവേഷൻ അപ്ലൈ ചെയ്യാം. അപ്പോൾ മൊമെന്റം കൺസർവേഷൻ എന്ന് പറഞ്ഞാൽ ഇനിഷ്യൽ മൊമെന്റം ഈസ് ഈക്വൽ ടു എന്താ മക്കളെ? ഫൈനൽ മൊമെന്റം ആണ്. അപ്പോൾ ഇനിഷ്യൽ മൊമെന്റം പറയാം മക്കളെ. ഇനിഷ്യൽ മൊമെന്റം എന്ന് പറയുന്നത് 1 × u അല്ലേ? ഇത് റെസ്റ്റിൽ ആയതുകൊണ്ട് ഇനിഷ്യൽ മൊമെന്റം 0 അല്ലേ? അപ്പോൾ ഫൈനൽ മൊമെന്റം പറയാം മക്കളെ. ഫൈനൽ മൊമെന്റം എന്ന് പറയുന്നത് 1 × -2 പ്ലസ് എന്തെന്ന് എഴുതാം മക്കളെ? 3 × v എന്ന് എഴുതാം. ഓക്കെ ആണ്? ഓക്കെ, അങ്ങനെയാണെങ്കിൽ 1 × u എന്ന് പറയുന്ന എത്രയാണെന്ന് കിട്ടും മക്കളെ? u -2 + 3v എന്ന് കിട്ടും. ഓക്കെ, ഇതിവിടെ നിൽക്കട്ടെ. u = -2 + 3v എന്ന് കിട്ടും. ഓക്കെ, ഇനി ഏത് കൊളിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട് മക്കളെ? ഇലാസ്റ്റിക് കൊളിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇലാസ്റ്റിക് കൊളിഷനിൽ നമുക്കറിയാം കോഫിഷ്യന്റ് ഓഫ് റെസ്റ്റിറ്റ്യൂഷന്റെ വാല്യൂ 1 ആണ് അല്ലേ? കോഫിഷ്യന്റ് ഓഫ് റെസ്റ്റിറ്റ്യൂഷന്റെ ഫോർമുല എന്താ? v2 - v1/u1 - u2 എന്നാണ്. സോ ദാറ്റ്സ് ഈക്വൽ ടു എന്താ മക്കളെ? ദാറ്റ്സ് ഈക്വൽ ടു 1 ആണ്. ആണോ? അപ്പോൾ v2 എത്ര മക്കളെ? v2 എന്ന് പറയുന്ന v ആണ്. മൈനസ് v1 എന്ന് പറയുന്നത് എന്താ മക്കളെ? ലെഫ്റ്റിലോട്ട് ആയതുകൊണ്ട് -2 ആണ്. ആണോ?
u1 എന്ന് പറയുന്നത് എത്ര മക്കളെ? u1 എന്ന് പറയുന്ന u ആണ്. u2 അറിയത്തില്ല. u2 എന്ന് പറയുന്നത് എത്ര മക്കളെ? 0. സോ ദാറ്റ്സ് ഈക്വൽ ടു 1 അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇത് എത്ര കിട്ടും? v + 2 ഈസ് ഈക്വൽ ടു എത്രയാണെന്ന് കിട്ടും മക്കളെ? u എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ v + 2 ഈസ് ഈക്വൽ ടു u എന്ന് കിട്ടും കേട്ടോ. അപ്പോൾ v ഈസ് ഈക്വൽ ടു എന്തെന്ന് കിട്ടും മക്കളെ? u - 2 എന്ന് കിട്ടും. അപ്പോൾ ഇലാസ്റ്റിക് കൊളിഷൻ ആയതുകൊണ്ടാണ് ഇത് 1 കൊടുത്തത്. ക്വസ്റ്റ്യൻ എടുത്ത് പറഞ്ഞിട്ടുണ്ട് കൊളിഷൻ ഇലാസ്റ്റിക് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത് എത്ര കൊടുത്തത് മക്കളെ? 1 കൊടുത്തത്. കാര്യം പിടി കിട്ടിയോ? ഇനി നമ്മൾ ഈ വിൻ്റെ വാല്യൂ എടുത്തതാ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കും കേട്ടോ. അപ്പോൾ എത്ര കിട്ടും മക്കളെ? പറ. അപ്പോൾ എത്ര കിട്ടുമെന്ന് ചോദിച്ചാൽ u ഈസ് ഈക്വൽ ടു -2 + 3 ഇൻറ്റു അല്ലേ? u ഈസ് ഈക്വൽ ടു -2 + 3 ഇൻറ്റു v എത്ര മക്കളെ? v എന്ന് പറയുന്ന u - 2. v എന്ന് പറയുന്ന എത്ര മക്കളെ? u - 2. അപ്പോൾ u ഈസ് ഈക്വൽ ടു -2 + 3u - 6 എന്ന് കിട്ടും. ഓക്കെ ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ -2 - 6 8 ആണ്. 8 ഇപ്പുറം അല്ലേ? അടുത്ത എത്ര കിട്ടും? 3u - u എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ 3u - u എന്ന് കിട്ടും. അപ്പോൾ 8 ഈസ് ഈക്വൽ ടു എത്രയാണെന്ന് കിട്ടും മക്കളെ? 2u എന്ന് കിട്ടും. അപ്പോൾ u ഈസ് ഈക്വൽ ടു എത്രയാണെന്ന് കിട്ടും മക്കളെ? 4 m/s എന്ന് കിട്ടും കേട്ടോ. അപ്പോൾ u എന്ന് പറയുന്നത് 4 m/s എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ u എന്ന് പറയുന്നത് 4 m/s എന്ന് കിട്ടും. സോ വാട്ട് വിൽ ബി വാല്യൂ ഓഫ് u എന്ന് പറയുന്നത് എത്രയാണെന്ന് കിട്ടും മക്കളെ? u എന്ന് പറയുന്നത് 4 m/s എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. എ ന്യൂക്ലിയസ് ഡിസിൻറ്റഗ്രേറ്റ്സ് ഇൻടു 2 smaller parts which have their velocities in the ratio 3:2. Ratio of their nuclear sizes will be x/3 the whole raised to 1/3. Then the value of x. മക്കളെ, അപ്പോൾ ഇവിടെ ഒരു ന്യൂക്ലിയസ് ഉണ്ടായിരുന്നു. അത് 2 ലൈറ്റർ ന്യൂക്ലിയ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു. ആ പേരന്റ് ന്യൂക്ലിയ എന്ന് പറയുന്നത് റെസ്റ്റിലായിരുന്നു. അപ്പോൾ എന്താ മക്കളെ? ലൈറ്റർ ന്യൂക്ലിയ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഒരാൾ എങ്ങോട്ടാണോ നീങ്ങുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേ മറ്റേ ആൾ നീങ്ങുന്നത്. കാര്യം ഇത് റെസ്റ്റിലാണെങ്കിൽ ഇനിഷ്യൽ മൂവ്മെൻറ്റ് 0 ആണ്. അപ്പോൾ ഫൈനൽ മൂവ്മെൻറ്റും 0 ആക്കണം. ഓക്കെ, അപ്പോൾ ഇവൻ്റെ മാസ് ഞാൻ m1 എന്ന് എടുക്കുന്നു. ഇവൻ്റെ മാസ് ഞാൻ എന്തെന്ന് എടുക്കുന്നു മക്കളെ? m2 എന്ന് എടുക്കുന്നു. ഇവൻ്റെ വെലോസിറ്റി v1 എന്ന് എടുക്കുന്നു. ഇവൻ്റെ വെലോസിറ്റി എന്തെന്ന് എടുക്കുന്നു മക്കളെ? v2 എന്ന് പറയുന്നത് എടുക്കുന്നു. ദ റേഷ്യോ ഓഫ് ദെയർ ന്യൂക്ലിയർ സൈസസ് വിൽ ബി x/. ഓക്കെ, ദെയർ വെലോസിറ്റീസ് ആർ ഇൻ ദ റേഷ്യോ 3:2 ആണ്. ഓക്കെ, ദെയർ വെലോസിറ്റീസ് ആർ ഇൻ ദ റേഷ്യോ 3:2. അപ്പോൾ അവർ ക്വസ്റ്റിന് തന്നിട്ടുണ്ട് v1/v2 എന്ന് പറയുന്നത്. v1/v2 എന്ന് പറയുന്നത് എത്ര മക്കളെ? 3/2 ആണ്. അപ്പോൾ ഇത് ക്വസ്റ്റിന് തന്നിട്ടുള്ള കാര്യമാണ്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റിന് തന്നിട്ടുണ്ട് v1/v2 എന്ന് പറയുന്നത് 3/2 ആണ്. അങ്ങനെയാണെങ്കിൽ റേഷ്യോ ഓഫ് ന്യൂക്ലിയർ സൈസ് എന്ന് ഉദ്ദേശിക്കുന്ന റേഡിയസ് ആണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് മാസസ് ഒന്ന് നോക്കാം. അങ്ങനെയാണെങ്കിൽ ഇനിഷ്യൽ മൊമെൻ്റ് എത്ര മക്കളെ? നമുക്കറിയാം ഇവിടെ എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നും ആക്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ഇനിഷ്യൽ മൊമെൻറ്റം ഓഫ് ദ സിസ്റ്റം ഈസ് ഈക്വൽ ടു ഫൈനൽ മൊമെൻറ്റം ആണ്. ഇനിഷ്യലി റെസ്റ്റിലായതുകൊണ്ട് ഇനിഷ്യൽ മൊമെൻറ്റം എന്ന് പറയുന്നത് 0 ആണ്. ഫൈനൽ മൊമെൻറ്റം പറ മക്കളെ? ഇവൻ്റെ മൊമെൻറ്റം എന്ന് പറയുന്നത് -m1v1 ആണ്. ഇവൻ്റെ മൊമെൻറ്റം എന്ന് പറയുന്നത് +m2v2 ആണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും പറയാം -m1v1 ഇപ്പുറം വരുമ്പോൾ m1v1 എന്ന് പറയുന്നത് കിട്ടും. സോ ദാറ്റ്സ് ഈക്വൽ ടു എന്തെന്ന് കിട്ടും മക്കളെ? m2v2 എന്ന് പറയുന്നത് കിട്ടും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ m1/m2 എന്ന് പറയുന്നത് v2/v1 എന്ന് പറയുന്നത് കിട്ടും. അങ്ങനെയാണെങ്കിൽ m1/m2 എന്ന് പറയുന്നത് v2 അല്ലേ? v2 എത്ര മക്കളെ? v1/v2 3/2 ആണ്. അപ്പോൾ v2/v1 എന്ന് പറയുന്നത് 2/3 ആണ്. ഓക്കെ, അപ്പോൾ v2/v1 എന്ന് പറയുന്നത് എന്താ മക്കളെ? 2/3 ആണ്. കാര്യം v1/v2 എന്ന് പറയുന്നത് 3/2 ആണ്. അപ്പോൾ v2/v1 എന്ന് പറയുന്നത് എന്താ മക്കളെ? 2/3 ആണ്. അപ്പോൾ m1:m2 എന്ന് പറയുന്നത് 2/3 ആണ്. ഇനി നമുക്കറിയാം ന്യൂക്ലിയർ ഡെൻസിറ്റി എന്താ മക്കളെ? സെയിം ആണ്. രണ്ടുപേരുടെ ന്യൂക്ലിയർ ഡെൻസിറ്റി സെയിം ആയിരിക്കും. കാര്യം ഏതൊരു ന്യൂക്ലിയസ് എടുത്താലും നമ്മൾ പ്രൂവ് ചെയ്യുന്നുണ്ട് ന്യൂക്ലിയർ ഡെൻസിറ്റി ഈസ് എ കോൺസ്റ്റന്റ് വാല്യൂ. പ്രൂവ് ചെയ്യുന്നില്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് പറയാം ρ1 ഈസ് ഈക്വൽ ടു ρ2 എന്ന് പറയാം. അപ്പോൾ ρ1ന് എന്ത് പറയാം മക്കളെ? m1/v1 എന്ന് പറയാം. സിമിലർലി ρ2ന് എന്തെന്ന് പറയാം മക്കളെ? m2/v2 എന്ന് പറയാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വോളിയത്തിന് മാസ് ബൈ വോളിയം അല്ലേ? മാസ് ബൈ വോളിയം. ഇത് വെലോസിറ്റി അല്ല, ഇത് വോളിയമാണ് കേട്ടോ. ഈ v എന്ന് പറയുന്ന വോളിയമാണ്. വോളിയത്തിന് എന്ത് കൊടുക്കാം മക്കളെ? ന്യൂക്ലിയസിൻ്റെ സൈസ് സ്പെറിക്കൽ ഷേപ്പ് ആണ്. അപ്പോൾ വോളിയത്തിന് എന്ത് കൊടുക്കാം മക്കളെ? 4/3 πr1³ അല്ലേ? സോ ദാറ്റ്സ് ഈക്വൽ ടു m2 അവൻ്റെ വോളിയത്തിന് എന്ത് കൊടുക്കാം മക്കളെ? 4/3 πr2³ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും പറയാം ആര് വെട്ടിപ്പോവും മക്കളെ? 4/3 എന്ത് ചെയ്തു പോവും? ക്യാൻസൽ ആയി പോവും. അപ്പോൾ നമുക്ക് ഉറപ്പായിട്ടും പറയാം ആര് ക്യാൻസൽ ആയി പോവും മക്കളെ? 4/3 ക്യാൻസൽ ആയി പോവും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ m1/m2 എന്ന് പറയുന്നത് അല്ലേ? m1/m2 എന്ന് പറയുന്നത് എന്തെന്ന് കിട്ടും മക്കളെ? r1/r2 the whole cube എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ m1/m2 എന്ന് പറയുന്നത് r1/r2 the whole cube എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് കിട്ടി m1/m2 എത്രയെന്ന് കിട്ടി പിള്ളേരെ? 2/3 എന്ന് കിട്ടി അല്ലേ? സോ ദാറ്റ്സ് ഈക്വൽ ടു എന്തെന്ന് കിട്ടി മക്കളെ? r1/r2 the whole cube എന്ന് പറയുന്നത് കിട്ടും.
ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും മക്കളെ? പറ. അങ്ങനെയാണെങ്കിൽ R1/R2 എന്ന് പറയുന്നത് എന്ന് പറയുന്നത് 2/3 ദ ഹോൾ റേസ് ടു എന്തെന്ന് പറയാം മക്കളെ? 1/3 എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും പറയാം R1/R2 എന്ന് പറയുന്നത് 2/3 ദ ഹോൾ റേസ് ടു 1/3 എന്ന് പറയാം. ഓക്കെ, അപ്പോൾ R1/R2 എന്ന് പറയുന്നത് 2/3 ദ ഹോൾ റേസ് ടു എന്തെന്ന് പറയാം മക്കളെ? 1/3 എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും പറയാം R1/R2 എന്ന് പറയുന്നത് 2/3 ദ ഹോൾ റേസ് ടു 1/3 എന്ന് പറയാം. 2/3 ദ ഹോൾ റേസ് ടു 1/3 എന്ന് പറയാം. അപ്പോൾ അവർ പറഞ്ഞിരിക്കുന്ന x/3 ദ ഹോൾ റേസ് ടു 1/3 എന്നാണ്. സോ വാട്ട് വിൽ ബി ദ വാല്യൂ ഓഫ് എക്സ്? അപ്പോൾ എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 2 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണെന്ന് കിട്ടും മക്കളെ? അപ്പോൾ എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 2 എന്ന് പറയുന്നത് കിട്ടും. അപ്പോൾ കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 2 cells ആർ കണക്റ്റഡ് ബിറ്റ്വീൻ പോയിൻറ്റ്സ് എ ആൻഡ് ബി. അപ്പോൾ പോയിൻറ്റ് എയ്ക്കും ബിക്കും ഇടയ്ക്ക് എന്തുണ്ട് മക്കളെ? 2 cells ഉണ്ട് അല്ലേ? സെൽ 1 ഹാസ് 12 വോൾട്ട് ആൻഡ് ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് 3 ഓം. സെൽ 1ന് 12 വോൾട്ട് ഉണ്ട്, ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് 3 ഓം ഉണ്ട് അല്ലേ? സെൽ 2 ഹാസ് 6 വോൾട്ട്, ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് എത്ര മക്കളെ? 6 ഓം തന്നെയാണ്. ആൻഡ് എക്സ്റ്റേർണൽ റെസിസ്റ്റൻസ് 4 ഓം ഈസ് കണക്റ്റഡ് അക്രോസ് എ ബി. അപ്പോൾ എ ബിക്ക് അക്രോസ് ആര് കണക്ട് ചെയ്യുന്നു മക്കളെ? ഒരു 4 ഓം റെസിസ്റ്ററിനെ കണക്ട് ചെയ്യുന്നു. ആണോ? ദ കറണ്ട് ഫ്ലോയിങ് ത്രൂ ആർ വിൽ ബി ഡാഷ് ആംപിയർ എന്നാണ് ക്വസ്റ്റ്യൻ. ആദ്യം നമുക്ക് ഇതിനൊരു ഇക്വലൻറ്റ് സെല്ലായിട്ട് മാറ്റാം അല്ലേ? ഈ ഇക്വലൻറ്റ് കണ്ടുപിടിക്കാനുള്ള ഫോമുല പറഞ്ഞേ മക്കളെ. ഇതിനെ നമുക്ക് ഇക്വലൻറ്റ് സെല്ലാക്കി മാറ്റാം അല്ലേ? അപ്പോൾ പറ, ഈ ഇക്വലൻറ്റ് കണ്ടുപിടിക്കാനുള്ള ഫോമുല പറ മക്കളെ. അപ്പോൾ ഇതിനെ ഒരു ഇക്വലൻറ്റ് സെല്ലാക്കി മാറ്റാം. അപ്പോൾ ഇക്വലൻറ്റ് സെല്ലിൽ ഈ ഇക്വലൻറ്റ് കണ്ടുപിടിക്കാനുള്ള ഫോമുല പറഞ്ഞേ മക്കളെ. ഈ ഇക്വലൻറ്റ് കണ്ടുപിടിക്കാനുള്ള ഫോമുല എന്ന് പറയുന്നത് E1/R1 പ്ലസ് E2/R2 1/R1 പ്ലസ് 1/R2 എന്നാണ് അല്ലേ? അപ്പോൾ E1 എത്ര കിട്ടും മക്കളെ? E1 എന്ന് പറയുന്ന 12 ആണ് ബൈ അവൻ്റെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന 3 ആണ് അല്ലേ? E2 എന്ന് പറയുന്ന 6 അല്ല, ഇത് തിരിച്ചല്ലേ മക്കളെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ E2 എന്ന് പറയുന്നത് എന്തെന്ന് എടുക്കേണ്ടി വരും? -6 എന്ന് എടുക്കേണ്ടി വരും ബൈ അവൻ്റെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന 6 ആണ് അല്ലേ? അവൻ്റെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്ര മക്കളെ? 6 ആണ് ബൈ 1/R1 എത്ര മക്കളെ? 1/R1 എന്ന് പറഞ്ഞാൽ 1/3, 1/R2 എന്ന് പറഞ്ഞാൽ എത്ര മക്കളെ? 1/6. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 12/3 എന്ന് പറഞ്ഞാൽ 4 ആണ്, 4 - 1 ആണ്. 1/3 പ്ലസ് 1/6 എന്ന് പറഞ്ഞാൽ 2/6, 3/6. ഓക്കെ, അപ്പോൾ അതെത്ര വരും മക്കളെ? അപ്പോൾ ഈ ഇക്വലൻ്റ് എന്ന് പറയുന്ന 6 വോൾട്ട് എന്ന് വരും. അപ്പോൾ ഈ ഇക്വലൻ്റ് എന്ന് പറയുന്ന എന്തെന്ന് വരും മക്കളെ? 6 വോൾട്ട് എന്ന് പറയുന്ന വരും. അപ്പോൾ കാര്യം പിടി കിട്ടിയെന്ന് വിചാരിക്കും. അപ്പോൾ ഈ ഇക്വലൻ്റ് എന്ന് പറയുന്നത് എത്രയാണെന്ന് വരും മക്കളെ? ഈ ഇക്വലൻ്റ് എന്ന് പറയുന്ന 6 വോൾട്ട് എന്ന് വരും. കുഴപ്പമില്ല. അങ്ങനെയാണെങ്കിൽ അടുത്തേ R ഇക്വലൻ്റ് കണ്ടുപിടിക്കാം. പറയേ 1/R ഇക്വലൻ്റ് കണ്ടുപിടിക്കാനുള്ള ഫോമുല എന്താ? 1/R ഇക്വലൻ്റ് കണ്ടുപിടിക്കാനുള്ള ഫോമുല എന്ന് പറയുന്നത് 1/R1 പ്ലസ് 1/R2 ആണ്. ഓക്കെ, അപ്പോൾ 1/R ഇക്വലൻ്റ് കണ്ടുപിടിക്കാനുള്ള ഫോമുല പറഞ്ഞേ മക്കളെ. 1/R1 പ്ലസ് 1/R2 എന്നാണ്. ആദ്യത്തെ സെല്ലിൻ്റെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് 3 ആണ്, രണ്ടാമത്തെ സെല്ലിൻ്റെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് 6 ആണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇത് എത്രയാണെന്ന് കിട്ടും മക്കളെ? 3/6 എന്ന് കിട്ടും. സോ ദാറ്റ്സ് ഈക്വൽ ടു 1/2 ഓം എന്ന് പറയുന്നത് കിട്ടും. അപ്പോൾ അതിനെ രണ്ടിനെയും നമ്മൾ എന്താക്കി മാറ്റി മക്കളെ? ഒരു ഇക്വലൻ്റ് സെല്ലാക്കി മാറ്റി. ആണോ? അപ്പോൾ അതിനെ രണ്ടിനെയും എന്താക്കി മാറ്റി മക്കളെ? ഒരു ഇക്വലൻ്റ് സെല്ലാക്കി മാറ്റി. ഇക്വലൻ്റ് സെല്ലിൻ്റെ EMF എന്ന് പറയുന്നത് 6 വോൾട്ട് ആണ് അല്ലേ? 1/R ഇക്വലൻ്റ് 1/2 ഓം ആണ്. അങ്ങനെയാണെങ്കിൽ R ഇക്വലൻ്റ് എന്ന് പറയുന്ന എത്രയാണെന്ന് കിട്ടും മക്കളെ? R ഇക്വലൻ്റ് എന്ന് പറയുന്ന 2 ഓം എന്ന് പറയുന്നത് കിട്ടും. ഓക്കെ, അപ്പോൾ അതിന് ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് 2 ഓം ആണ്. ഇനി ഇതിന് അക്രോസ് ആരെ കണക്ട് ചെയ്തെന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഇതിന് അക്രോസ് ഒരു 4 ഓം റെസിസ്റ്ററിനെ കണക്ട് ചെയ്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പറയല്ലേ? അപ്പോൾ അവിടെ ആരെ കണക്ട് ചെയ്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഇതിനെ ക്രോസ് ഒരു 4 ഓം റെസിസ്റ്ററിനെ കണക്ട് ചെയ്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ കൂടെയുള്ള കറണ്ടാണ് ചോദിച്ചിരിക്കുന്നത്. കേട്ടോ, അതിൽ കൂടെയുള്ള കറണ്ടാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ കറണ്ട് I എന്ന് കൊടുക്കാം. അപ്പോൾ ഇവിടെയും കറണ്ട് I തന്നെയാണ്, അപ്പോൾ ഇവിടെയും കറണ്ട് I തന്നെയാണ് അല്ലേ? അപ്പോൾ ലൂപ്പ് എടുത്താൽ എന്ത് കിട്ടും മക്കളെ? പറ, ലൂപ്പ് എടുത്താൽ ഇത് എത്ര കിട്ടും? ഇത് -6 അല്ലേ? -6 പ്ലസ് എന്തെന്ന് കിട്ടും മക്കളെ? +2I അല്ലേ? പ്ലസ് എന്തെന്ന് കിട്ടും മക്കളെ? +4I ഈസ് ഈക്വൽ ടു എന്തെന്ന് കിട്ടും മക്കളെ? 0 എന്ന് പറയുന്നത് കിട്ടും. ആണോ? അങ്ങനെയാണെങ്കിൽ 2I + 4I എന്ന് പറയുന്ന 6I ആണ്. 6I ഈസ് ഈക്വൽ ടു 6 എന്ന് കിട്ടും. അപ്പോൾ I ഈസ് ഈക്വൽ ടു എത്രയാണെന്ന് കിട്ടും മക്കളെ? I ഈസ് ഈക്വൽ ടു 1 ആംപിയർ എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ I നോക്കുവാണെങ്കിൽ I ഈസ് ഈക്വൽ ടു എത്രയാണെന്ന് കിട്ടും മക്കളെ? I നോക്കുവാണെങ്കിൽ I ഈസ് ഈക്വൽ ടു 1 ആംപിയർ എന്ന് കിട്ടും. മക്കളെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എ സീരീസ് LCR സർക്യൂട്ട് ഈസ് കണക്റ്റഡ് ടു ആൻ AC സോഴ്സ് ഓഫ് 220 വോൾട്ട് 50 ഹെർട്സ്. The circuit contains a resistance R equal to 18 ohm, inductor of inductive reactance XL equal to 70 ohm, and a capacitor of capacitive reactance XC equal to 130 ohm. The power factor of the circuit is X/10. അല്ലേ?
പവർ ഫാക്ടർ ഓഫ് ദ സർക്യൂട്ട് ഈസ് x/10 ആണോ? അങ്ങനെയാണെങ്കിൽ വാല്യൂ ഓഫ് എക്സ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം വാട്ട് ഈസ് എ ഫോർമുല ടു ഫൈൻഡ് tan phi. നമുക്ക് പഠിച്ചിട്ടുണ്ട് tan phi കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറയുന്നത് XL - XC/R ആണ് അല്ലേ? tan phi കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താ മക്കളെ? tan phi കണ്ടുപിടിക്കാനുള്ള ഫോർമുല XL - XC/R ആണ്. പവർ ഫാക്ടർ ആണ് ചോദിച്ചിരിക്കുന്നത്. പവർ ഫാക്ടർ എന്ന് പറഞ്ഞാൽ cos phi ആണ്, അറിയാമല്ലോ. ഓക്കെ, അപ്പോൾ tan phi പറ മക്കളെ. XL എത്ര മക്കളെ? XL എന്ന് പറയുന്ന 70 ആണ് ആണോ? അല്ലെങ്കിൽ ഇവിടെ എന്താ മക്കളെ? XC അല്ലേ കൂടുതൽ, അപ്പോൾ തിരിച്ചെഴുതിയാലും പ്രശ്നമൊന്നുമില്ല, ലാഗ് ചെയ്യുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ XC - XL/R എന്ന് എഴുതിയാലും പ്രശ്നമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതാണ് കറണ്ടെങ്കിൽ വോൾട്ടേജ് അവിടെ ലാഗ് ചെയ്യുന്നേ ഉള്ളൂ കേട്ടോ. ഇതാണ് കറണ്ടെങ്കിൽ വോൾട്ടേജ് ലാഗ് ചെയ്യുന്നേ ഉള്ളൂ കേട്ടോ. ഈ ആംഗിൾ ആയിരിക്കും ആരെന്ന് പറയുന്ന മക്കളെ? ഫൈ എന്ന് പറയുന്നത്. അപ്പോൾ tan phi കണ്ടുപിടിക്കാനുള്ള ഫോർമുല പറ മക്കളെ? XC - XL/R ആണ്. അപ്പോൾ XC എത്ര മക്കളെ? XC കൂടുതലായതുകൊണ്ടാണ് അങ്ങനെ എഴുതിയത്. XC 130 ആണ്. XL എത്ര മക്കളെ? 70 ആണ്. ഡിവൈഡഡ് ബൈ R എത്ര മക്കളെ? R എന്ന് പറയുന്ന 80 ആണ്. ഇത് ഈക്വൽ ടു ആണ്. അപ്പോൾ എത്ര കിട്ടും മക്കളെ? അപ്പോൾ tan phi ഈസ് ഈക്വൽ ടു എത്ര എന്ന് കിട്ടും? അപ്പോൾ tan phi എന്ന് പറയുന്നത് ഇത് 60/80 എന്ന് പറയുന്നത് കിട്ടും. ഓക്കെ, tan phi എന്ന് പറഞ്ഞാൽ 60/80 എന്ന് കിട്ടും. അപ്പോൾ tan phi എത്ര എന്ന് കിട്ടും മക്കളെ? 6/8 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ tan phi എന്ന് പറയുന്ന 6/8 എന്ന് കിട്ടും. നമുക്ക് എന്താ വേണ്ടത്? പവർ ഫാക്ടർ ഓഫ് ദ സർക്യൂട്ടാണ്. പവർ ഫാക്ടർ എന്ന് പറഞ്ഞാൽ cos phi ആണ്. അപ്പോൾ cos phi കണ്ടുപിടിക്കണമെങ്കിൽ ഉറപ്പായിട്ടും എന്ത് വരയ്ക്കണം മക്കളെ? ട്രയാങ്കിൾ വരയ്ക്കണം. ഓക്കെ, സോ ദിസ് ആംഗിൾ ഈസ് ടേക്കൺ ആസ് വാട്ട്? ദിസ് ആംഗിൾ ഈസ് ടേക്കൺ ആസ് 5. അപ്പോൾ tan phi എന്ന് പറഞ്ഞാൽ ആരാ മക്കളെ? 6/8 ആണ്. അങ്ങനെയാണെങ്കിൽ ഇത് 6 ആണ്. ഇത് എത്ര മക്കളെ? 8 ആണ്. അങ്ങനെയാണെങ്കിൽ ഇത് എത്ര മക്കളെ? ഇതെന്ന് പറഞ്ഞാൽ √8² + 6² ആണ്. അപ്പോൾ √8² + 6² എന്ന് പറഞ്ഞാൽ √100 ഈസ് ഈക്വൽ ടു 10 എന്ന് കിട്ടും. √100 ഈസ് ഈക്വൽ ടു എന്തെന്ന് കിട്ടും മക്കളെ? 10 എന്ന് കിട്ടും. അപ്പോൾ അവർ ആരെ പറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്? അവർ ചോദിച്ചിരിക്കുന്നത് പവർ ഫാക്ടർ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പറ മക്കളെ. അപ്പോൾ പവർ ഫാക്ടർ എന്ന് പറഞ്ഞാൽ ആരാ പിള്ളേരെ? cos phi ആണ്. പവർ ഫാക്ടർ എന്ന് പറഞ്ഞാൽ ആരാ പിള്ളേരെ? cos phi ആണ്. cos phi പറ മക്കളെ. cos phi എന്ന് പറയുന്നത് 8/10 ആണ്. അപ്പോൾ അവർ ചോദിച്ചിരിക്കുന്നത് പവർ ഫാക്ടർ x/10 എന്നാണ്. വാല്യൂ ഓഫ് എക്സ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ വാട്ട് വിൽ ബി ദ വാല്യൂ ഓഫ് എക്സ്? എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 8 ആയിരിക്കും. സോ വാട്ട് വിൽ ബി ദ വാല്യൂ ഓഫ് എക്സ്? എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എത്ര ആയിരിക്കും മക്കളെ? 8 ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ. If a solid sphere of mass 5 kg and disk of mass 4 kg have the same radius. Solid sphere of mass 5 kg. Solid sphere ഉണ്ട്. Have same radius. Solid sphere of mass 5 kg, disk of mass 4 kg. രണ്ടുപേർക്കും എന്താ മക്കളെ? സെയിം റേഡിയസ് ആണ്. അതായത് ഇവൻ്റെ റേഡിയസ് 6 ആണെങ്കിൽ ഇവൻ്റെ റേഡിയസ് എത്ര തന്നെയാണ്? 6 തന്നെയാണ്. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് ഡിസ്ക് അബൌട്ട് ടാൻജന്റ് ഇൻ ഇറ്റ്സ് പ്ലെയിൻ. മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് ഡിസ്ക് അബൌട്ട് എ ടാൻജന്റ് ഇൻ ഇറ്റ്സ് പ്ലെയിൻ. ടാൻജന്റ് എന്ന് പറഞ്ഞാൽ ഇതല്ലേ മക്കളെ? ഇൻ ഇറ്റ്സ് പ്ലെയിൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വരും അല്ലേ? ഇൻ ഇറ്റ്സ് പ്ലെയിൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വരും. ഓക്കെ, ദ റേഷ്യോ ഓഫ് മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് ഡിസ്ക് എബൌട്ട് എ ടാൻജന്റ് ഇൻ ഇറ്റ്സ് പ്ലെയിൻ എന്ന് പറഞ്ഞാൽ ഈ ആക്സിസിലെ മൊമെന്റ് ഓഫ് ഇനർഷ്യ I1 എന്ന് കൊടുക്കാം. ഓക്കെ, മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് സ്പിയർ എബൌട്ട് ഇറ്റ്സ് ടാൻജന്റ്. സ്പിയറിൻ്റെ ടാൻജൻറ്റിൻ്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യയാണ് ആരെന്ന് പറയുന്ന മക്കളെ? I2 എന്ന് പറയുന്നത്. കേട്ടോ. അങ്ങനെയാണെങ്കിൽ അവരെന്താ പറഞ്ഞിരിക്കുന്നത്? I1ൻ്റെയും I2ൻ്റെയും റേഷ്യോ എന്ന് പറയുന്നത് x/7 ആണ്. അപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നത് I1ൻ്റെയും I2ൻ്റെയും റേഷ്യോ എന്ന് പറയുന്നത് എത്ര മക്കളെ? x/7 ആണ്. ദെൻ ദ റേഷ്യോ ഓഫ് മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് എ ഡിസ്ക് എബൌട്ട് എ ടാൻജന്റ് ഇൻ ഇറ്റ്സ് പ്ലെയിൻ. ഡിസ്ക് എബൌട്ട് എ ടാൻജന്റ് ഇൻ ഇറ്റ്സ് പ്ലെയിൻ അല്ലേ? ആൻഡ് moment of inertia of a sphere about its tangent. Moment of inertia of a sphere about its tangent ന്റെ റേഷ്യോ എന്ന് പറയുന്ന x/7 ആണ്. അങ്ങനെയാണെങ്കിൽ x കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ അല്ലേ? അങ്ങനെയാണെങ്കിൽ I1 പറഞ്ഞേ മക്കളെ. അപ്പോൾ അക്കോർഡിംഗ് ടു പാരലാക്സിസ് തിയറം പറ, I1 എന്ന് പറയുന്നത് IgM + MD² എന്ന് വരും അല്ലേ? അപ്പോൾ I1 എന്ന് പറയുന്നത് IgM + MD² എന്ന് വരും. അപ്പോൾ I1 എന്ന് പറയുന്നത് ICM പറ മക്കളെ. ഡിസ്കിൻ്റെ ഈ ആക്സിൽ കൂടെ എത്ര മക്കളെ? mr²/2. അപ്പോൾ ഡിസ്കിൻ്റെ ഈ ആക്സിൽ കൂടെ എത്ര മക്കളെ? mr²/4 ആണ് അല്ലേ? ഡിസ്കിൻ്റെ ഈ ആക്സിൽ കൂടെ mr²/4 ആണ്. ഡിസ്കിൻ്റെ ഈ ആക്സിൽ കൂടെ mr²/2. സോ എബൌട്ട് ദിസ് ആക്സിസ് mr²/4. മാസ് എന്ന് പറയുന്ന m ആണ്, ഡിസ്റ്റൻസ് എന്ന് പറയുന്ന r ആണ്. ആ രണ്ട് ആക്സിനും ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്ന r ആണ് അല്ലേ? സോ ദാറ്റ്സ് ഈക്വൽ ടു എന്തെന്ന് കിട്ടും? അപ്പോൾ I1 എന്ന് പറയുന്നത് 5/4 mr² ആണ്. അപ്പോൾ I1 എന്ന് പറയുന്നത് 5/4 mr² ആണ് അല്ലേ? അപ്പോൾ I1 എന്ന് പറയുന്നത് 5/4 × അല്ലേ? അവൻ്റെ മാസ് എന്ന് പറയുന്ന 4 kg ആണ്. 4 × r² ആണ്. സോ ദ ആൻസർ ഈസ് 5r² അല്ലേ?
അപ്പോൾ I1 എന്ന് പറയുന്നത് എന്തെന്ന് കിട്ടും മക്കളെ? അപ്പോൾ I1 എന്ന് പറയുന്നത് 5r² എന്ന് കിട്ടും. സിമിലർലി ഇവിടുത്തെ I2 പറ മക്കളെ. ഇവിടുത്തെ I2 എന്ന് പറയുന്നത് എഗെയിൻ എന്താ അപ്ലൈ ചെയ്യേണ്ടി വരും? പാരലാക്സിസ് തിയറം അപ്ലൈ ചെയ്യേണ്ടി വരും അല്ലേ? അപ്പോൾ പാരലാക്സിസ് തിയറം എന്താ പറയുന്നത്? പാരലാക്സിസ് തിയറം പറയുന്നതെന്ന് പറഞ്ഞാൽ ICM + MD² എന്നാ പറയും അല്ലേ? പാരലാക്സിസ് തിയറം എന്ന് പറയുന്നതെന്ന് പറഞ്ഞാൽ I = ICM + MD² എന്നാ പറയും കേട്ടോ. അപ്പോൾ ICM പറഞ്ഞേ മക്കളെ, സോളിഡ് സ്ഫിയർ അല്ലേ? സോളിഡ് സ്ഫിയർ ആണെങ്കിൽ ICM എത്ര മക്കളെ? 2/5 mr² പ്ലസ് ഓക്കെ മാസ് ഓഫ് ദ ബോഡി M ആണ്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 ആക്സിസ് ആരാ മക്കളെ? R ആണ്. അപ്പോൾ എന്ത് കിട്ടും മക്കളെ? R² എന്ന് പറയുന്നത് കിട്ടും. അപ്പോൾ എത്ര കിട്ടും മക്കളെ? 7/5 mr² എന്ന് കിട്ടും. ഓക്കെ ഇവിടുത്തെ മാസ് എത്ര മക്കളെ? ഇവൻ്റെ മാസ് എന്ന് പറയുന്ന 5 kg ആണ്. സോ ദാറ്റ്സ് ഈക്വൽ ടു 7/5 × 5r² എന്ന് കിട്ടും. അപ്പോൾ 5ഉം 5ഉം എന്ത് ചെയ്ത് പോകും മക്കളെ? ക്യാൻസൽ ആയി പോകും. അപ്പോൾ I2 എന്ന് പറയുന്നത് എന്തെന്ന് കിട്ടും മക്കളെ? 7r² എന്ന് കിട്ടും. ഓക്കെ അപ്പോൾ I2 നോക്കുവാണെങ്കിൽ I2 എന്ന് പറയുന്നത് പറയല്ലേ? അപ്പോൾ I1 എന്ന് പറയുന്നത് എത്രയാണ്? 5r². I2 എന്ന് പറയുന്നത് എത്ര മക്കളെ? 7r². നമുക്ക് എന്താ മക്കളെ വേണ്ടത്? I1/I2 അല്ലേ വേണ്ടത്? അപ്പോൾ I1/I2 ആണ് വേണ്ടത് അല്ലേ? നമുക്ക് എന്താ മക്കളെ വേണ്ടത്? I1/I2 ആണ് വേണ്ടത്. അപ്പോൾ I1 എത്രയാണെന്ന് കിട്ടി മക്കളെ? നോക്ക് I1 എത്രയാണെന്ന് കിട്ടി? I1 എന്ന് പറയുന്നത് 5r² എന്ന് കിട്ടി. I2 എത്രയാണെന്ന് കിട്ടി? I2 എന്ന് പറയുന്നത് 7r² എന്ന് കിട്ടി. അപ്പോൾ r² ക്യാൻസൽ ആയിപ്പോയി. അപ്പോൾ I1/I2 എന്ന് പറയുന്നത് 5/7 എന്ന് കിട്ടി. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എത്ര മക്കളെ? എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 5 ആണ്. എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എത്ര മക്കളെ? എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 5 ആണ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ സെക്ഷൻ വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു.